स्वस्ति न इन्द्रो वृद्धश्रवाः स्वस्ति न पूषा विश्ववेदाः स्वस्ति नस्ताक्ष्यो अरिष्टनेमिः स्वस्ति नो बृहस्पतिर्दधातु। ॐ शान्ति शान्ति शान्तिः। प्रज्ञानां सुप्रदानैः स्थिरजरनिगरव्यापिभिर्व्याप्य लोकान् भुक्त्वा भोगान् स्थविष्ठान् पुनरभिधिषणोन्फासितान् कामजन्यान् पीत्वा सर्वान् विशेषान् सुविधिमधुरभुं मायया भोजयन्नो मायासङ्ख्यादुरीयं परममृतमजं ब्रह्म यत्तन्नतोऽस्मि। यो विश्वात्मा विधिजविषयान् प्राश्य भोगान् स्थविष्ठान् पश्चाच्चान्यान् स्वमतिविभवान् ज्योतिषा स्वेन सूक्ष्मान् सर्वानेतान् पुनरभिशनैः स्वात्मनि स्थापयित्वा हित्वा सर्वान् विशेषान् विगतगुणगणपात्वसोमस्तुलीय। ओमित्येतदक्षरमिदं सर्वं तस्योपव्याख्यानं भूतं भवद्भविष्यदिति सर्वमुदारेव यच्चान्यत्रिकालातीतं तदप्योकारेव सर्वं ह्येतद्ब्रह्मायमात्मा ब्रह्म सोऽयमात्मा चतुष्पात् जागरितस्थानो बहिष्प्रज्ञः सप्ताङ्गैकोनविंशतिमुखः स्थूलभुग्वैश्वानरः प्रथमः पादः सप्ताङ्गैकोनविंशतिमुखः प्रविविक्तभुक्तैजसो द्वितीयपादः यत्र सुप्तो न गञ्जनकामं कामयते न गञ्जनस्वप्नं पश्यति तल्सुषुप्तं सुषुप्तस्थान एकीभूतप्रज्ञानघन आनन्दमयो ह्यानन्दभुक्चेतो प्राज्ञस्तुलीयपादः एष सर्वेश्वर एष सर्वज्ञ एषोऽन्तर्यामी एष योनि सर्वस्य प्रभवाप्ययो हि भूतानां बहिष्प्रज्ञो विभुर्विश्वो ह्यन्तःप्रज्ञस्तु तैजसः घनप्रज्ञस्तथा प्राज्ञा एक एव त्रिधा स्मृता दक्षिणाक्षिमुखे विश्वो मनस्यन्तस्तु तैजसः आकाशे च हृदि प्राज्ञस्त्रिधा देहे व्यवस्थिता विश्वो हि स्थूलभुं नित्यं तैजसः प्रविविक्तभुः आनन्दभुस्तथा प्राज्ञस्त्रिधा भोगं निबोधः स्थूलं तत्पेदे विश्वं प्रविविक्तं तु तैजसम् आनन्दस्तथा प्राज्ञं तथा निबोधः त्रिषु धामसु यद्भोज्यं भोक्तायश्च प्रकीर्तितः वेदैतदुभयं यस्तु स भुञ्जानो न लिप्यते प्रभवः सर्वभावानां सदामिति विनिश्चयः सर्वं जनयति प्राणश्चेदोंशून् पुरुषः पृथक् നമ്മളെടുത്ത ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ തന്നെ അധികരിച്ചത്, ആത്മാവിനെ അധികരിച്ചത്. അപ്പം എന്ന് പറഞ്ഞാൽ തന്നെ അധികരിച്ചത്. അപ്പം തന്നെ അധികരിച്ചതും താൻ എന്ന് പറയുന്നത് ആരാണ് എന്നുള്ള ഒരു അന്വേഷണമാണ് ശരിക്കും ഈ ഉപനിഷത്തൊഴിയുന്നത്. താൻ ആരാണ്? അപ്പം തന്നെ പറ്റിയൊക്കെ എല്ലാവർക്കും ഞാനെന്നൊരു അനുഭവമുണ്ട്. ഞാൻ ശരീരമാണെന്ന് വിചാരിച്ചാൽ ശരീരം ഭാനം ഇല്ലാത്തപ്പോഴും നമുക്ക് ഞാനെന്ന അനുഭവമുണ്ട്, ഇല്ലേ? സ്വപ്നത്തിൽ നമുക്ക് ഈ ശരീരമേ അനുഭവമില്ല, ഈ പ്രപഞ്ചമേ അനുഭവമില്ല, എന്നാലും ഞാനെന്ന അനുഭവമുണ്ട്. ഉറക്കത്തിൽ ഞാനെന്ന അനുഭവമുണ്ട്.
ഉണർന്നു വരുമ്പം ഞാൻ ഉറങ്ങി എന്നുള്ള അറിവുണ്ടല്ലോ, ആ അറിവ് ഞാനുള്ളത് കൊണ്ടാണല്ലോ ഉണ്ടാകുന്നത്. അപ്പം ഈ 3 അവസ്ഥകളിലും ഞാനെന്നുള്ള അനുഭവം നമുക്കുണ്ട്. ആ അറിവ്, അതിൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്നുള്ള അന്വേഷണമാണ് ആധ്യാത്മികം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആ അറിവ് എന്താണ് എന്നാണ് ഇതിൻ്റെ വിഷയം. എല്ലാ ഉപനിഷത്തുകളുടെയും വിഷയം അത് തന്നെയാണ്. ഇവിടെ ആദ്യം നമുക്ക് സാധാരണ എല്ലാവർക്കും അനുഭവമുള്ള ഇത് സത്യം എന്ന് വിചാരിച്ചിരിക്കുന്ന ഈ ജാഗ്രത പ്രപഞ്ചത്തെ കാണിക്കും. ജാഗ്രത പ്രപഞ്ചത്തെ സ്ഥൂല വിഷയങ്ങളാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഈ സ്ഥൂല വിഷയങ്ങളെ അറിയുന്ന ഒരു ഞാനുണ്ട്, ഭോക്താവ്. ആ ഞാൻ സ്ഥൂല വിഷയങ്ങളെ അറിയുന്നു, അല്ലെങ്കിൽ ഈ വിഷയങ്ങളെ അനുഭവിക്കുന്നു എന്ന് പറയുന്ന ആളിന് വിശ്വൻ എന്ന് പറയുന്നു. വിശ്വൻ പൂർണ്ണമായിട്ട് അടങ്ങിയിട്ടാണ് ഈ സ്വപ്നം കാണുന്നത്. സ്വപ്നം കാണുന്ന ആ സൂക്ഷ്മ വിഷയങ്ങളെ അറിയുന്ന ആളിനെ തൈജസ് എന്ന് പറയും. ഇത് രണ്ടും അടങ്ങി ഒരു ഒരു ദൃശ്യമില്ല, അറിവില്ല എന്നൊരു ദൃശ്യമുണ്ട്. അപ്പം മറ്റ് സ്ഥൂല വിഷയങ്ങളോ സൂക്ഷ്മ വിഷയങ്ങളോ ഒന്നുമില്ലാത്ത അവസ്ഥയ്ക്ക് സുഷുപ്തി എന്ന് പറയും. അപ്പം അവിടെ സ്ഥൂല വിഷയങ്ങളെ അറിഞ്ഞത് വിശ്വനാണ്, സൂക്ഷ്മ വിഷയങ്ങളെ അറിഞ്ഞത് തൈജസനാണ്, സൂക്ഷ്മ വിഷയങ്ങളെ അറിഞ്ഞത് പ്രാജ്ഞനാണ്. ഇത് 3 സത്യമല്ല. കാരണം വിശ്വൻ എന്നുള്ള ഈ ആദ്യം തന്നെ നമ്മളൊരു സത്യം എന്നുള്ളതിൻ്റെ നിർവചനം എന്താണെന്ന് മനസ്സിലാക്കുക. സത്യം, അബാധ്യം, ബാധ്യം, നിത്യ. സത്യം എപ്പോഴും ഒരുമിച്ച് നിൽക്കുക. നമ്മൾ സാധാരണ നമ്മുടെ ഭൗതികമായിട്ട് തന്നെ നമ്മുടെ അനുഭവത്തിൽ തന്നെ ഒരാൾ കുറച്ച് നാൾ കൂട്ടുകൂടി നടന്നു, പിന്നെ പിണങ്ങി, പിന്നെയും കൂടാൻ വരുമ്പോൾ നമ്മൾ ഉടനെ വിചാരിക്കും ഒരു നല്ല കൂട്ടുകാരനല്ല, കാരണം ഇടയ്ക്ക് പിണങ്ങിപ്പോയല്ലോ, അപ്പോൾ എപ്പോൾ വിശ്വസിക്കാൻ കൊള്ളുന്നവനല്ല എന്ന് നമുക്കൊരു വിചാരം വന്നു. അതുപോലെ അത് കാരണം അത് മിഥ്യയാണ്. ഇപ്പം ഈ അറിയപ്പെടുന്ന വസ്തുക്കളെല്ലാം മാറി മാറി പോകുന്നുണ്ട്, അത് മിഥ്യയാണ്, അത് സത്യമല്ല. അത് മിഥ്യയാണെന്നൊക്കെ നമ്മൾ ഇതിനാണ് നമ്മൾ ഈ ഉപാസന ചെയ്യുന്നത്. ഇത് മിഥ്യയാണ് എന്ന് ശാസ്ത്രം പറയുമ്പോൾ അത് മിഥ്യയാണെന്നുള്ള ധാരണ നമ്മുടെ മനസ്സിലുണ്ടാകണമെങ്കിൽ നമ്മുടെ മനസ്സിന് ആ ഒരു ആധികാരികത വേണം, ഒരു യോഗ്യത വേണം. അപ്പം ആ യോഗ്യത ഉണ്ടെങ്കിൽ ഇത് ശരിയല്ല, ഈ സ്ഥൂല വിഷയം ഒന്നും അറിയുന്നില്ലാത്ത സൂക്ഷ്മ ആ അവസ്ഥയിലും സ്വപ്നത്തിലും ഞാനെന്നൊരു അനുഭവമുണ്ട്. കാരണം ഞാൻ മാറുന്നില്ല, പക്ഷേ ഈ അനുഭവങ്ങളെല്ലാം മാറി, അത് സത്യമല്ല എന്നതുകൊണ്ട് നമ്മൾ തീരുമാനിച്ചു. സത്യമല്ല, തുടർന്ന് നിൽക്കണം സത്യമാണ്. ഈ സ്വപ്നം അതുപോലെ മാറിപ്പോയി, സുഷുപ്തിയും മാറിപ്പോയി. അപ്പം ഇതെല്ലാം മാറിപ്പോയതുകൊണ്ട് ഈ 3 അവസ്ഥകൾ. സുഷുപ്തിയിലെ പ്രാജ്ഞൻ എന്നാണ്. പ്രാജ്ഞൻ എന്ന് പറയുന്നത് ഒരു ബീജാവസ്ഥയാണ്. ഈ നമ്മൾ ജാഗ്രത പ്രപഞ്ചത്തിൻ്റെ ബീജാവസ്ഥയാണ്. അത് ബീജമായിട്ടിരിക്കുകയാണ്, എല്ലാം അവിടെ ഉണ്ട്, ഉറങ്ങുമ്പോൾ സകലവും ഉണ്ട് അവിടെ. അത് ആ ബീജാവസ്ഥ അല്പം അങ്കുരിക്കുന്ന അവസ്ഥയാണ് സ്വപ്നം. അത് നല്ല പൂർണ്ണ വളർച്ചയെ നേടിയൊരു അവസ്ഥയാണ് ജാഗ്രത എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 അവസ്ഥകളും കാര്യകാരണങ്ങളാണ്. കാരണം സ്വപ്നം കാര്യം, അതിൻ്റെ കാര്യം ജാഗ്രത. അപ്പോൾ എല്ലാം കാര്യകാരണത്തിൽ ബന്ധത്തോടു കൂടിയതാണ്. കാര്യകാരണ ബന്ധത്തോടു കൂടിയതെല്ലാം തീർച്ചയായിട്ടും സത്യമല്ല. കാരണം എപ്പോഴെങ്കിലും കാരണം കാര്യപ്പെട്ട് കഴിഞ്ഞാൽ അത് സ്ഥൂലമായൊന്നും തന്നെ സത്യവുമല്ല. ഇപ്പോൾ കാര്യകാരണത്തിലുള്ള ഉറങ്ങുന്ന പ്രാജ്ഞൻ, സ്വപ്നം കാണുന്ന തൈജസ്, ജാഗ്രതയെ അറിയുന്ന വിശ്വൻ, ഇവർ 3 പേരും സത്യമല്ല. കാരണം ഞാൻ സ്വപ്നം കണ്ടത് ആരാണോ അയാൾ തന്നെയാണ് ജാഗ്രത വിഷയങ്ങളെ അറിഞ്ഞതും സുഷുപ്തിയെ അറിഞ്ഞത്. ഞാൻ ഉറങ്ങി, ഞാൻ സ്വപ്നം കണ്ടു, ഞാൻ ഉണർന്നിരുന്ന പല കാര്യങ്ങളും ചെയ്യുന്നു, പറയുന്നു എന്നുള്ള അനുഭവം, ഞാൻ അത് ചെയ്യുന്നു എന്നുള്ള അനുഭവം തന്നെയാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ ഞാൻ ആരാണെന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. എങ്ങനെ ആ ഞാൻ എന്നുള്ളതിൻ്റെ ഉറക്കത്തിൽ ഒരു വിഷയമില്ലാതിരിക്കുമ്പോഴും അതിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, വിഷയമൊന്നും ഞാൻ അറിയുന്നില്ല എന്നുള്ള അറിവിനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അറിവുണ്ട്. അപ്പം ആ അറിവിൻ്റെ സ്വരൂപത്തെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത്. ഇവിടെ പ്രഭവ സർവഭാവാനാം സദാമിതി വിനിശ്ചയ, എല്ലാ കാണുന്ന വസ്തുക്കൾക്കെല്ലാം, അറിയപ്പെടുന്ന വസ്തുക്കൾക്കെല്ലാം ഒരു
പ്രഭവ, ഉൽപ്പത്തിയുണ്ട്, അതെല്ലാം ഉണ്ടായതാണ്. അത് സർവം ജനേതി പ്രാണൻ. ഇതെവിടെ നിന്നുണ്ടായി എന്ന് ചോദിച്ചാൽ പ്രാണനാണ് ഇതിൻ്റെ സൃഷ്ടാവ്. ഇതെല്ലാം പ്രാണനാണ് സൃഷ്ടിക്കുന്നത് എന്ന് പറയും. പ്രാണൻ എന്ന് പറയുന്നത് പ്രാണൻ ഒരു മായാകാര്യമാണ്. ഈ പ്രാണൻ സയൻസുകാരുടെ ഒരു ഊർജം എന്ന് പറയാം. സയൻസുകാരുടെ ഊർജം എന്ന് പറയുമ്പോൾ അത് ജഡമാണ് അവർക്ക്, നമുക്ക് ജഡമല്ല. അത് ഈശ്വര പ്രതിബിംബത്തോടു കൂടിയതാണ്, ബ്രഹ്മപ്രതിബിംബത്തോടു കൂടിയതാണ് ഈ പ്രാണൻ. ആ പ്രാണനാണ് സൃഷ്ടി നടത്തുന്നത്. അപ്പം അങ്ങനെ സൃഷ്ടി നടത്തുമ്പോൾ 3 ധാമങ്ങളിലും, ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ഇരുന്ന് ഭോഗങ്ങൾ അനുഭവിക്കുന്ന ഭോക്താവുണ്ട്. വിശ്വനും തൈജസ്സനും പ്രാജ്ഞനും. ആ ഭോക്താവും ഭോജ്യം, എന്തൊക്കെ ഭോജ്യങ്ങളാണോ, സ്ഥൂല വിഷയങ്ങളും സൂക്ഷ്മ വിഷയങ്ങളും വിഷയമില്ലായ്മയും, സ്ഥൂല വിഷയങ്ങൾ സൂക്ഷ്മ വിഷയങ്ങൾ വിഷയമില്ലാതെ ആനന്ദഭുക്കായിരിക്കുന്ന പ്രാജ്ഞ. ഇത് 3ഉം എന്താണ്, ഈ 3നെയും അറിയുന്നത് യാതൊരു ചൈതന്യമാണോ അതാണ് വേദൈതദുഭയം യസ്തു. ആരാണോ ആ ഇതിനെയെല്ലാം അറിയും. 3 അതായത് ഞാൻ സ്വപ്നം കണ്ടു, ഞാൻ ജാഗ്രതത്തിലിരുന്ന് ഇതെല്ലാം കാണുന്നു, സ്വപ്നം കാണുന്നു. ഇപ്പം 3 പേര് 3 അനുഭവം പറഞ്ഞു ഇവിടെ. ആ 3നെയും കാണുന്നതാരാണ്? വേദൈതദുഭയം. ഈ ഭോക്താവിനെയും ഭോജ്യത്തെയും അറിയുന്നത് ആരാണോ അത് ഒരു അറിവാണ്. ആ അറിവ് ഒരിക്കലും ഉണ്ടാകുന്നുമില്ല, ഒന്നിനോടും സ്പർശിക്കുന്നുമില്ല, അതൊന്നും അനുഭവിക്കുന്നുമില്ല. ഒരു ഭോജ്യം 3 പല ഭോജ്യങ്ങളുണ്ടെങ്കിലും ഒരു ഭോജ്യവും ഇതിനെ 3നെയും അറിയുന്ന ആ ബോധം അനുഭവിക്കുന്നില്ല, അതിനോടൊന്നും പറ്റുന്നുമില്ല. അത്രയും വരെ നമ്മൾ പറഞ്ഞു. വിഭൂതിം പ്രസവം ത്വന്യേ മന്യന്തേ സൃഷ്ടിചിന്തകാഃ സ്വപ്നമായ സ്വരൂപേതി സൃഷ്ടിരന്യേർവികൽപ്പിത. വിഭൂതിം പ്രസവം ത്വന്യേ മന്യന്തേ സൃഷ്ടിചിന്തകാഃ സ്വപ്നമായ സ്വരൂപേതി സൃഷ്ടിരന്യേർവികൽപ്പിത. വിഭൂതിം പ്രസവം തു അന്യേ മന്യന്തേ സൃഷ്ടിചിന്തകാഃ സ്വപ്നമായ സ്വരൂപേതി സ്വരൂപ ഇതി സൃഷ്ടി അന്യൈഹി വികൽപ്പിത. വികൽപ്പിത എന്ന് പറഞ്ഞാൽ നിശ്ചയിച്ചില്ല, അങ്ങോട്ട് ഇവിടെ സംശയിക്കുന്നതിനാണ് വികല്പം എന്ന് പറയുന്നത്. അപ്പം നിർണ്ണയിക്കാതെ ഇതാണോ അതാണോ എന്നിങ്ങനെ പറയുക. അപ്പം ഇവിടെ നിർണ്ണയിച്ചില്ല സൃഷ്ടി എന്നതാണ്. അത് ചിലർ പറയുന്നു ഇത് വിഭൂതിയാണ്. വിഭൂതിം പ്രസവം തു അന്യേ മന്യന്തേ സൃഷ്ടിചിന്തകാഃ അന്യേ വിഭൂതിം പ്രസവം മന്യന്തേ. ഈ പ്രസവം എന്ന് പറഞ്ഞാൽ ഈ ഉൽപ്പത്തി, ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി. വിഭൂതിം മന്യന്തേ, ആ ഈശ്വരൻ്റെ വിഭൂതിയാണ് എന്ന് ചില സൃഷ്ടിയെക്കുറിച്ച് ആലോചിക്കും. ചിലർ വിചാരിക്കുന്നത് ഭഗവാന്റെ വിഭൂതിയാണ്. നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചു, ദുഷ്ടം യഥാ പശ്യത്യന്യമീശം അസ്യ മഹിമാനമിതി വീതശോക. അപ്പോൾ ഈ ഭഗവാന്റെ മഹിമാനമാണ് ഇത്. നമ്മുടെ ഒരാളുടെ ഐശ്വര്യം ഇപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി നടത്തുമ്പോൾ ഒരു വലിയ സനിയനൊരു പരിപാടി നടത്തി അതിൻ്റെ പരിപാടിക്ക് എന്തെല്ലാം കാര്യങ്ങൾ ധാരാളം പണം ചിലവാക്കി ധാരാളം വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കും. അതായത് പിന്നെ ഘോഷയാത്രയായിട്ട് ചെല്ലുക, പിന്നെ അവിടെ ഇങ്ങനെ മീറ്റിംഗ് കൂടുക, അവിടെ വലിയായിട്ട് അലങ്കരിക്കുക, വലിയ ആഹാരം ഉണ്ടാക്കുക, ഇങ്ങനെ അനേക കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ. അതേപോലെ അതൊക്കെ വിഭൂതിയാണ്, ആ ധനിയൻ്റെ വിഭൂതിയാണ്. ഇവിടെ ഈശ്വരനാണ്. ഈശ്വരൻ്റെ വിഭൂതി എന്താണ്? ഈ പ്രപഞ്ചം തന്നെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്രകാരമുള്ള ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയിരിക്കുന്നു ഭഗവാന്റെ ഐശ്വര്യ പ്രകടനമാണ് എന്ന് ചിലർ വിചാരിക്കുന്നു. സ്വപ്നമായ സ്വരൂപേതി സൃഷ്ടി അന്യൈഹി വികൽപ്പിത. അവർ പൂർണ്ണമായിട്ടൊന്നും നിശ്ചയിച്ച് പറയുന്നില്ല. ചിലർ വികൽപ്പിക്കുന്നത് അന്യൈഹി, മറ്റു ചിലർ വികൽപ്പിക്കുന്നു ഈ സൃഷ്ടി സ്വപ്നമായ സ്വരൂപേതി, സ്വപ്നം പോലെയോ മായയോ പോലെയാണ്. സൃഷ്ടി എന്ന് പറയുമ്പോൾ എന്തൊക്കെ അറിയപ്പെടുന്നതെല്ലാം സൃഷ്ടിയാണെന്ന് നേരത്തെ പറഞ്ഞു. സദാ ഇത് നിശ്ചയം എന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെ അറിയപ്പെടുന്നുണ്ട്? ഞാൻ എൻ്റെ ശരീരം അറിയുന്നുണ്ട്, ഞാനിങ്ങനെ പറയുന്നു എന്നറിയുന്നുണ്ട്, ഈ പുസ്തകങ്ങൾ നിങ്ങളെല്ലാം ഇവിടെ ഇരിക്കും, ഇതെല്ലാം ഞാൻ അറിയപ്പെടുന്നതാണ്. അപ്പോൾ ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടതാണ്.
ഈ എന്തൊക്കെ നമ്മൾ അറിയുന്നു, അറിയപ്പെടുന്നതെല്ലാം തന്നെ സൃഷ്ടിക്കപ്പെടുന്നതാണ്. ആ സൃഷ്ടിക്കപ്പെടുന്നതെല്ലാം ഭഗവാന്റെ വിഭൂതിയാണെന്ന് ചിലർ പറയുന്നു. ഭഗവാൻ ആരാണ്? ആദ്യം ഭഗവാൻ എന്ന് പറയുന്നത് പ്രാണോപാധിക ചൈതന്യമാണ്. ഈ പ്രാണനെല്ലാം സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, പ്രാണന് തന്നെ സൃഷ്ടിക്കാൻ പറ്റും. അപ്പോൾ ആ പ്രാണൻ ഉപാധിയായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് യാതൊരു ചൈതന്യമാണോ ആ ചൈതന്യമാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈശ്വരനും പരമാത്മാവും വ്യത്യാസമുണ്ട്, കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ഈശ്വരനൊരു ഉപാധിയുണ്ട്, പരമാത്മാവിന് ഉപാധിയില്ല. ഉപാധി എന്ന് പറഞ്ഞാൽ ഒരു വസ്തു പ്രവേശിക്കാതെ തന്നെ അതുകൊണ്ട് ഒരു കാര്യം നടക്കുക, അതാണ് ഉപാധി ലക്ഷണം. കാരണം ഇപ്പോൾ കറണ്ട് ഇവിടെ പ്രവേശിക്കുന്നില്ല, ഇതിൻ്റെ അകത്ത് പ്രവേശിക്കുന്നില്ല, അതിനെ കറങ്ങുന്നുണ്ട്. ഈ ഫാനിൻ്റെ അകത്തോട്ട് കയറിയല്ലോ, അത് കറക്കുന്നുണ്ട്. അപ്പോൾ ആ ഉപാധിയിൽ കൂടി കറക്കുകയാണ് ചെയ്യുന്നത് അതിനെ. അതേപോലെ ഒരു ഇത് കത്തുന്നു, ആ ഉപാധിയിൽ കൂടെ, ആ ബൾബെന്നുള്ള ഒരു ഉപാധിയിൽ കൂടെ കറണ്ട് കത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് ഉപാധി, ഈ കറണ്ടിന് വെളിച്ചം കാണിക്കാനുള്ള ഉപാധിയാണ് ആ ബൾബെന്ന് പറയുന്നത്. അതേപോലെയാണ് ഇവിടെ ഈശ്വരന് ഈ ഉപാധി, പ്രാണൻ ആകുന്ന ഉപാധിയെ കൊണ്ട് ഈ പ്രപഞ്ചം സൃഷ്ടിക്കും. ഉപാധി എന്ന് പറഞ്ഞാൽ ഈശ്വരൻ അതിൽ പ്രവേശിച്ചിട്ടില്ല, പക്ഷേ അതുകൊണ്ട് ഈ പ്രപഞ്ചം എല്ലാം സൃഷ്ടിക്കുന്നു. അതാണ് ഉപാധി എന്ന് പറയുന്നത്. അപ്പം വിഭൂതിയും പ്രസവം കഞ്ഞി സ്വപ്നമായ സ്വരൂപതി. മറ്റു ചിലർ പറയുന്നതാണ് ഇത് സ്വപ്നം പോലെയാണ്. സ്വപ്നം കുറച്ച് നേരം കാണും, പിന്നെ അതങ്ങ് ഇല്ലാതാകും. പിന്നെ ആ സ്വപ്നം തന്നെ തിരിച്ചു വരുന്നില്ലല്ലോ. ഇപ്പോൾ ഇന്നൊരു സ്വപ്നം കണ്ടാൽ അത് തന്നെ തിരിച്ചു വരണമില്ല, അതങ്ങ് നഷ്ടപ്പെട്ടു വരും. അതേപോലെയാണ് നമ്മളിപ്പം കാണുന്നു, അത് പിന്നെ ഇല്ലാതായി പോകുന്നു, പിന്നെ ഓരോ നിമിഷവും ഇല്ലാതായി പോകുന്നു, പിന്നെ അത് തിരിച്ചു വരുന്നില്ല. അപ്പോൾ സ്വപ്നം പോലെയാണ് ഈ സൃഷ്ടി എന്ന് പറയുന്നു. ചിലർ പറയുന്നു മായയെ പോലെയാണ്. മായ എന്നാൽ നമുക്കുണ്ടെന്ന് തോന്നും, പക്ഷേ ഇല്ല. സാമായ എന്നൊരു നിർവചനമുണ്ട്. ഇല്ലാത്തതിനെ കാണുന്നുണ്ട്, അതാണ് മായ. സ്വപ്നമായ സ്വരൂപേതി. എൻ്റെയൊക്കെ ചെറുതിലെ ഈ ജംഗ്ഷനിലൊക്കെ കൊണ്ടുവന്ന് ഒരു മാജിക്ക് കാണിക്കുമായിരുന്നു. ഇപ്പോൾ അതില്ല, ഇപ്പോൾ അത് കാണുന്നില്ല. നമ്മളവിടെ പുത്തൂർ ജംഗ്ഷനിലൊക്കെ കൊണ്ടുവച്ച് ഇങ്ങനെ മാജിക്ക് കാണും. അപ്പോൾ അവരിങ്ങനെ ഒരു ഒന്നുമില്ലാതെ ഒരു സാധനം, ഒരു തൊപ്പി എടുത്ത് കമത്തി വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്തുനിന്നൊരു ഒരു പക്ഷി ഇറങ്ങി വരിക. അങ്ങനെയൊക്കെ നമുക്ക് നമ്മൾ ചെറുതായിരിക്കും, അതൊക്കെ ഭയങ്കര ഒരു അതിശയമായിട്ട് നമ്മൾ കാണും. അതുപോലെ മായ, അതുപോലെയാണ് ഈ സൃഷ്ടി എന്ന് ചിലർ പറയുന്നു. ഭഗവാന്റെ വിഭൂതി, ഐശ്വര്യ പ്രകടനമാണ് ഈ സൃഷ്ടി എന്ന് ചിലർ പറയുന്നു. ചിലർ പറയുന്നു ഇത് സ്വപ്നം പോലെയുള്ളൂ, മായ പോലെയുള്ളൂ എന്ന് ചിലർ പറയുന്നു. അപ്പോൾ ഓരോരുത്തരും അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതനുസരിച്ചാണ്, സൃഷ്ടിയെ എങ്ങനെ കാണുന്നു എന്നുള്ളതനുസരിച്ചാണ് ആ പറയുന്നത്. വിഭൂതി എന്നുള്ളതിൻ്റെ അർത്ഥമാണ് വിസ്താര ഈശ്വരസ്യ സൃഷ്ടിരിതി. ഈശ്വരസ്യ വിഭൂതിർ വിസ്താര സൃഷ്ടിരിതി. ഈശ്വരൻ്റെ വിഭൂതി വിസ്താരമാണ്. വിഭൂതി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, അപ്പോൾ നമുക്ക് ഒരു എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനം അനുസരിച്ച് അങ്ങ് വിസ്തരിക്കും. ഭഗവാന്റെ കയ്യിൽ സർവ്വധനവും ഇരിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ നല്ലപോലെ വിസ്തരിക്കുന്നതാണ് ഈ പ്രപഞ്ചം എന്ന് ചിലർ പറയുന്നു. സ്വപ്നമായ സൃഷ്ടിചിന്ത മന്യന്തെ നതു പരമാർത്ഥചിന്തകാനാം സൃഷ്ടോ ആദരഃ. പരമാർത്ഥ ദൃഷ്ടികൾക്ക് ഇപ്പം സത്യം എന്താണെന്ന് ശരിയായിട്ട് അന്വേഷിക്കുന്ന ഒരാളിന് ഈ സൃഷ്ടിയിൽ വലിയ ആദരവൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ സൃഷ്ടി സത്യമാണ്, ഇതെന്താണെന്ന് അന്വേഷിക്കാൻ അവർക്ക് താല്പര്യമില്ല. ഇന്ദ്രവുമായ അഭിപുരുരൂപ ഈയത എന്ന് ഉപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്നാണ് അർത്ഥം. ഇതം ദ്രഷ്ട, ഇന്ദ്രൻ എന്നുള്ളതിൻ്റെ പദത്തിൻ്റെ ഒരർത്ഥമേ ഇതം ദ്രഷ്ട. ഇതം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ദ്രഷ്ടാവ് ആരാണോ അതാണ് ഇന്ദ്രൻ. പിന്നെ നമ്മൾ ഇന്ദ്രനെ ആരായിട്ടാണ് വെച്ചിരിക്കുന്നത് ഈ ഇതിലൊക്കെ പുരാണത്തിലൊക്കെ. അപ്പോൾ ഇന്ദ്രൻ ഈശ്വരൻ്റെ ഒരു പര്യായപദമായിട്ട് പലയിടത്തും ഉപനിഷത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ദ്രവുമായ അഭിപുരുരൂപ ഈയതേജി ശ്രുതേഹെ. അപ്പം ഭഗവാൻ തന്നെയാണ് മായ കൊണ്ട് ഈ പ്രപഞ്ചമായിട്ട് പ്രകടമായിരിക്കുന്നത് എന്ന് ഉപനിഷത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് ശ്രുതേഹെ നഹി മായാവിനം സൂത്രം ആകാശേ നിക്ഷിപ്യ തേന സായുധം ആരുഹ്യ ചക്ഷുർഗോചരതാം അതീത്യ യുദ്ധേന ഖണ്ഡശിന്നം പതിതം പുനരുത്ഥിതം ച പശ്യതാം തൽകൃത മായാദി സതത്വചിന്തായാം ആദരോ ഭവതി.
സ്വപ്ന മായ പോലെയാണ് സരൂപേരി എന്ന് പറഞ്ഞല്ലോ. അപ്പം മായ എന്താണ്? മായയ്ക്കൊരു ഉദാഹരണം പറഞ്ഞതാണ് ഇവിടെ. മായാവിനം സൂത്രം ആകാശയെ നിക്ഷേപ്യ. ഒരു മായ, ഇതൊക്കെ പണ്ട് നടന്നുകൊണ്ടിരുന്നതാണ്. പറഞ്ഞല്ലേ ഒരു മായാവി, ഈ ആറന്മുളയൊക്കെ നല്ല മായാവി ഉണ്ടായിരുന്നു. മായാവിയുടെ കഥകളൊക്കെ ധാരാളം സ്വാമി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ മടി കിടക്കുമ്പം പിന്നെ ഈ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഒരുപാട് സ്ഥലത്തൊക്കെ ഒരു മായ ജാലമൊക്കെ പഠിച്ചൊരു സ്ഥലത്ത് അന്ന് ഈ പലയിടത്തും നടന്ന് ഇത് കാണിക്കും. അങ്ങനെ കാണിച്ചിട്ട് തിരിച്ചൊരു ദിവസം വീട്ടിൽ വന്നപ്പോൾ അമ്മ പറഞ്ഞു, നീ കാണിക്കുന്നതൊക്കെ എന്നെ കൂടെ ഒന്ന് കാണിക്കണം. അപ്പോൾ ആഹാരമൊക്കെ കൊടുത്ത് നല്ലപോലെ അമ്മയുടെ മടി തലയൊക്കെ വെച്ച് ഇങ്ങനെയാൾ സന്തോഷമായിട്ടിരിക്കുമ്പോഴാണ് എന്നെ കൂടെ കാണിക്കാൻ പറഞ്ഞത്. അമ്മ എനിക്കതൊന്നും അത്ര വലിയ വശമല്ലെന്നൊക്കെ പറഞ്ഞു. ഞാനെന്തോ അമ്മയെ കാണിക്കുന്നതൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ ആകാശത്തു നിന്നൊരു വിമാനം വരും. ആകാശത്ത് യുദ്ധം നടക്കുന്നു. അപ്പോൾ ആ ദേവന്മാരോട് യുദ്ധം ചെയ്യാൻ അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു. അപ്പം ഞാനിപ്പോൾ ഇന്നിങ്ങോട്ട് വന്നതേ ഉള്ളൂ, എനിക്ക് വരാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോൾ അമ്മ പറയടാ, ദേവന്മാർ വിളിച്ചതല്ലേ, നീ പോയേ പറ്റൂ, നീ പോകണം എന്ന് പറഞ്ഞു. ശരി, പോയി അവിടെ ചെന്ന് ഭയങ്കര യുദ്ധം ആകാശത്ത് നടക്കുക. നടന്ന് ഒടുവിൽ ഇദ്ദേഹത്തിൻ്റെ തല വന്ന് ഈ അമ്മയുടെ മുമ്പിൽ വില വിട്ടു. അപ്പോൾ ഈ അമ്മ മോൻ്റെ തല വന്ന് മുമ്പിൽ വീണപ്പോഴേ കൈയെടുത്ത് നെഞ്ചത്തടിക്കുക. എൻ്റെ മോനെ നെഞ്ചത്തടിക്കാൻ കൈയൊക്കെ ഇന്ന് കൈയെടുത്തപ്പം ഈ മോന് മടി കിടക്കുക. മോൻ കയ്യെ കയറി പിടിച്ചു. ഇതാണ് വായന. അതേപോലെ ഇവിടെ സൂത്രം ആകാശയെ നിക്ഷേപ്യ. ഒരു മായാവി സൂത്രം, ഒരു ചരട് ആകാശയെ നിക്ഷേപ്യ, ആകാശത്തിലോട്ട് എറിഞ്ഞു ഒരു ചരട്. എന്നിട്ട് തേന സായുധം ആരുഹ്യ, അതിൽ നല്ല ആയുധമൊക്കെ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഒരു ചരടിങ്ങനെ ഇരിക്കുന്നു, അതിൽ കൂടെ ആയുധമൊക്കെ പിടിച്ച് ഈ മായാവി കയറി പോകുന്നു. സായുധം ആരുഹ്യ ചക്ഷുർഗോചരതാം അതീത്യ. കുറച്ച് കഴിഞ്ഞപ്പം കാണാനില്ല മായാവി. ചക്ഷുർഗോചരതാം അതീത്യ യുദ്ധേന ഖണ്ഡശ ചിഹ്നം പതിതം. കുറച്ച് നേരം കയറി പോകുന്നതുകൊണ്ട് പിന്നെ കണ്ടുമില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ, ഇയാളെ കാല് വേറെ കൈ വേറെ തല വേറെ ഇങ്ങനെ ചിഹ്നമായിട്ട് അവിടെ താഴെ വീഴുന്നത് കണ്ടു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ എഴുന്നേറ്റും പോയി. പുനരുദ്ധിതം, വീണ്ടും എഴുന്നേറ്റും പോയി. പശ്യതാം, അങ്ങനെ കാണുന്ന ഒരാൾക്ക് തൽകൃത മായാദി സതത്വചിന്തായാം ആദരോ ഭവതി. അപ്പോൾ ആ അതിൻ്റെ സ്വരൂപം എന്താണ്? ഇപ്പോൾ ഒരാൾ മരിച്ച് ഇങ്ങനെ പലതായിട്ട് വീണിട്ട് എഴുന്നേറ്റും പോയി. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിൽ ഇത് മായയാണെന്നറിയുന്ന ഒരാളിന് ഇതിൽ വലിയ ആദരവ്, ഇതിൻ്റെ സ്വരൂപം എന്താണ്, ഇയാൾ എങ്ങനെയാണ് ഇത് എന്നൊന്നും അറിയാനുള്ള ഒരു വലിയ താല്പര്യം കാണത്തില്ല. അപ്പോൾ ഈശ്വരൻ്റെ സൃഷ്ടി മായ പോലെ ആണെങ്കിൽ ഈ സൃഷ്ടി എന്താണെന്ന്, സൃഷ്ടിയെക്കുറിച്ച് അങ്ങോട്ട് അന്വേഷിച്ചു. അതായത് സയൻസും ആധ്യാത്മികതയും തമ്മിലുള്ള വ്യത്യാസം. സയൻസുകാർ ഇതെന്താണെന്നാണ് അന്വേഷിക്കുന്നത്. ഇത് സത്യമല്ലാന്ന് പറഞ്ഞ ഒരു തപസ്വി അല്ലെങ്കിൽ ഒരു വേദാന്തി ഇതിന് അധിഷ്ഠാനം എന്താണെന്നാണ് ചിന്തിക്കുന്നത്. അത്രയും വ്യത്യാസം വരും. അപ്പോൾ പശ്യതാം തൽകൃത മായാദി സതത്വചിന്തായാം ആദരോ ന ഭവതി. ഇതെന്താണെന്നൊന്നും അറിയാനും ഇതൊന്നും സത്യമല്ല എന്നറിയാവുന്ന ഒരാളിന് ഇയാൾ കാണിച്ച മായയിലൊരു വലിയ ബഹുമാനവും ഒരാദരവും ഒന്നും ഉണ്ടാകുന്നില്ല. തഥൈവായം മായാവിനഃ സൂത്രപ്രസാരണ സുഷുപ്ത സ്വപ്നാദി വികാസ തദാരൂഢ മായാവി സമശ്ച തൽസ്ഥ പ്രാജ്ഞ തൈജസാദി സൂത്ര തദാരൂഢാഭ്യാം അന്യ പരമാർത്ഥ മായാവി സ ഏവ ഭൂമിഷ്ഠോ മായാച്ഛന്നോ അദൃശ്യമാന ഏവ സ്ഥിതോ യഥാ തഥാ തുരീയാഖ്യം പരമാർത്ഥതത്വം. ഇപ്പം ഈ മായാവി ആരും കാണുന്നില്ലല്ലോ. ഈ സൂത്രമിടുകയും ഇങ്ങനെ വന്നു വീഴുകയും അങ്ങനെ ഇരിക്കുന്ന മായാവി മാറിയിരിപ്പുണ്ട്. ആ മായാവി ആരും അറിയുന്നത്. അതുപോലെ നമുക്കിവിടെ നമ്മളിലൊരു മായാവിയുണ്ട്, നമ്മുടെ അനുഭവത്തിലൊരു മായാവിയുണ്ട്. അതാണ് തുരീയാഖ്യം തത്വം. ആ മായാവി ഒരു ചരടങ്ങോട്ടിട്ട്, അതിൽ ചരടങ്ങോട്ടിട്ട് അത് കയറി പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് കയറിപ്പുണ്ട്. ബീജസ്വരൂപമായ പ്രാജ്ഞ, കാരണ സൂക്ഷ്മസ്വരൂപനായ തൈജസ്, പിന്നെ സ്ഥൂല സ്വരൂപനായ വിശ്വൻ. ഇങ്ങനെ 3 പേര് ഈ ഇതിൽ കൂടെ കയറി പോവുകയാണ്. ഈ നാലാമനിട്ട നൂലെ കൂടെ ഈ 3 പേരും, അതായത് ഈ
നാലാമനെ നമ്മൾ അറിയുന്നില്ല. ആ നാലാമൻ്റെ നിയന്ത്രണത്തിലാണ് ഇവിടെ പ്രാജ്ഞൻ സുഖമായിട്ട് ആനന്ദം അനുഭവിച്ചുകൊണ്ട് ഉറങ്ങുന്നതും സ്വപ്നം തൈജസ്സും സ്വപ്ന വിഷയങ്ങൾ അറിയുന്നതും വിശ്വൻ സ്ഥൂല വിഷയങ്ങൾ അറിയുന്നതും. അപ്പം ഈ മായാവിയായിരിക്കുന്ന അല്ലെങ്കിൽ മായ പ്രകടിപ്പിക്കുന്ന തുര്യാഖ്യം തത്വം നമ്മൾ അറിയുന്നു, നമുക്കറിഞ്ഞുകൂടാ. ഇത് നമുക്ക് ഈ എന്നെ സംബന്ധിച്ചോളമാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ മറ്റുള്ളവരെന്ത് പറയുന്നു എന്നല്ല, എനിക്ക് എൻ്റെ തുര്യമായി സ്ഥിതി ചെയ്യുന്ന ആ ആത്മാവിനെ അറിയാമോ, നമ്മൾ അതിനെപ്പറ്റിയാണ് ചിന്തിക്കുന്നത്, അതിനെ അറിയാനാണ് ശ്രമിക്കുന്നത്. അപ്പം ഞാൻ ഉറങ്ങുന്നുണ്ട്, ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഞാൻ എന്ന് പറയുന്നത് ഇപ്പം ഒരു കാര്യം കണ്ടു, ഞാനിപ്പോൾ ഇത് കണ്ണുകൊണ്ട് കണ്ടു കഴിയുമ്പോൾ മറന്നു പോകുന്നു, കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകുമ്പോൾ കണ്ണിന് ഇത് കാണുമ്പോഴും ഇത് കണ്ടു കഴിഞ്ഞും കണ്ണിനാണോ വ്യത്യാസം വരുന്നത്? ഈ അറിവ് നമ്മുടെ മനസ്സിൽ ചെല്ലുന്നുണ്ട്, പക്ഷേ കണ്ണിന് വ്യത്യാസം വരുന്നുണ്ട്. കണ്ണിന് ഒരു വ്യത്യാസവും വരുന്നില്ല. ഉണ്ടോ? കണ്ണിന് വ്യത്യാസമൊന്നും വരുന്നില്ല. അതേപോലെ നമ്മൾ ഈ മൂന്നവസ്ഥകളിലും ഓരോ സുഖദുഃഖാദികൾ വിഷയങ്ങൾ അനുഭവിക്കുമ്പോൾ ആ തുരീയാഖ്യം തത്വം ഞാൻ എന്നുള്ള ആ തത്വത്തിന് ഒരു മാറ്റവും വരുന്നില്ല. കാരണം ഇപ്പോൾ അതിഭയങ്കര ദുഃഖം അനുഭവിക്കുന്ന ഒരാൾ ഞാൻ പെട്ടെന്ന് ആ ദുഃഖത്തിൻ്റെ കാരണം ശരിയല്ല എന്ന് മനസ്സിലായി, നല്ല സുഖം വന്നു. അങ്ങനെ സുഖിക്കുമ്പോഴും ഞാൻ ഞാൻ ദുഃഖിച്ചു എന്നല്ലേ അറിയുന്നു. ഈ ദുഃഖം അങ്ങോട്ട് പോകുന്നില്ല. ദുഃഖിച്ചപ്പോൾ സുഖം ഉണ്ടായിരുന്നു, അതുമില്ലായിരുന്നു. അപ്പോൾ രണ്ടും പരസ്പരം മാറുമ്പോഴും ഇതറിയുന്നത് അറിയുന്ന ഞാൻ എന്നുള്ളതിന് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. ആ ഞാനാണ് തുരീയമായ തത്വം. ഈ മൂന്ന് അവസ്ഥകളെയും വെളിപ്പെടുത്തുന്ന ആ കേവല ബോധം യാതൊന്നാണ്. അതാണ് ആ തുര്യൻ എന്ന് അറിയണം. ആരോടെ? പ്രാജ്ഞ തൈജസാദി സൂത്ര തദാരൂഢാഭ്യാം അന്യ പരമാർത്ഥമായാവി സയേവ ഭൂമിഷ്ഠോ മായാച്ഛന്നോ അദൃശ്യമാന ഏവ സ്ഥിതഃ യഥാ തഥാ തുരീയാഖ്യം പരമാർത്ഥതത്വം. ഈ മാജിക്കെല്ലാം കാണിക്കുമ്പോഴേ ആ മാജിക്ക് കാണിക്കുന്ന മായാവിയായ അവനെ ആരും അറിയുന്നില്ല. അയാൾ മറഞ്ഞിരുന്നില്ലെങ്കിൽ ഇത് മായയാണെന്ന് ആരും മനസ്സിലാക്കത്തില്ലല്ലോ. അപ്പോൾ മായയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇയാൾ മറഞ്ഞിരിക്കണം. അപ്പോൾ ഇയാൾ മറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഈ തുരീയാഖ്യം തത്വം തുര്യൻ എന്ന് പറയുന്ന അവിടെ എന്താണോ പ്രകാശിക്കുന്നത്, മൂന്നാമത്തെ വെച്ചുകൊണ്ടാണ് നാലാമത്തെ അവസ്ഥ പറയുന്നത്. അപ്പം നാലാമത്തെ അവസ്ഥയിൽ എന്താണ് അതിനെ ആരും അറിയുന്നു, അത് അപ്രത്യക്ഷമായിട്ട് തന്നെ ഇരിക്കുകയാണ്. തുര്യാഖ്യം പരമാർത്ഥം തത്വം അദൃശ്യമാന ഏവ സ്ഥിത. അദൃശ്യം നമുക്ക് ഒരു ഇന്ദ്രിയം കൊണ്ടും അറിയാൻ പാടില്ലാത്ത പോലെ, മനസ്സുകൊണ്ട് ചിന്തിച്ചറിയാൻ വയ്യാത്തതുപോലെ, മനസ്സ് ചെല്ലുന്നില്ലല്ലോ, മനസ്സിങ്ങനെ പിന്തിരിയാണ് അവിടെ. അപ്പം അങ്ങനെയുള്ള ആ തത്വം മനുഷ്യന് അറിയാൻ പാടില്ലാത്തതുപോലെ തന്നെ അങ്ങനെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതായത് ഏവസ്ഥിത യഥാ തഥാ തുരീയാഖ്യം പരമാർത്ഥ തത്വം അതഃ തച്ചിന്തായാം ഏവ ആദരോ മുമുക്ഷൂണാം ആര്യാണാം നിഷ്പ്രയോജനായ സൃഷ്ടൗ ആദരഃ. ഇത് ഈ സൃഷ്ടിയെക്കുറിച്ച് അങ്ങോട്ട് ചിന്തിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഇന്നിപ്പോൾ ഒരു സൃഷ്ടി ഇന്നൊരെണ്ണമാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ നാളെ വേറൊന്നായിരിക്കും. നമ്മുടെ ഈ ആറ്റത്തിൻ്റെ ഘടനയൊക്കെ പറയുന്നത്, ഒരാറ്റം കണ്ടുപിടിക്കുമ്പോൾ അതിൻ്റെ അകത്തെ ഒന്നിനെ കാണുമ്പോൾ മറ്റേതിനെ കാണത്തില്ല, ഒന്നൊരിടത്തിരിക്കുമ്പോൾ അതിൻ്റെ വേറൊന്നായിരിക്കും സ്വഭാവം. ഇങ്ങനെ മാറി മാറി ഒരിക്കലും അതിനെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതുപോലെ സൃഷ്ടിയെ മുഴുവനും നമ്മൾ ഇന്ന് കാണുന്നതല്ല നാളെ കാണുന്നു, പിന്നെ കാണുന്നു, അങ്ങനെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഈ സൃഷ്ടി സത്യം അല്ല എന്നറിഞ്ഞിട്ട് അതിലെ ആദരഹ, അതിലൊരു ബഹുമാനം, ഒരു ആദരവ് ഉണ്ടാകുന്നില്ല. എന്നാൽ സൃഷ്ടി ചിന്തകന്മാർക്ക് ആദരവുണ്ട്. സൃഷ്ടി ചിന്തകാനാം ഏവ ഏതേ വികൽപ്പാഹ ഇത്യാഹ. സൃഷ്ടിയെക്കുറിച്ച് ഇതെങ്ങനെ സൃഷ്ടിയുണ്ടായി എന്ന് ആലോചിച്ചിരിക്കുന്നവർക്ക് മാത്രമാണ് ഇതിൽ സൃഷ്ടിയിൽ ആദരവുണ്ടാകുന്നത്. അല്ലാത്ത ആളുകൾക്ക് അതിൽ ആദരവുണ്ടാകുന്നില്ല. കാരണം അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ അവരാ ചിന്തയൊന്നും പിന്തിരിയും. സ്വപ്നരൂപ മായാസ്വരൂപ ഏതി വിഭൂതിം പ്രസവം ധ്വന്യേ മന്യന്തേ സൃഷ്ടിചിന്തകാഃ സ്വപ്നമായാസ്വരൂപേതി സൃഷ്ടിരന്യേർവികൽപ്പിത.
വിഭൂതിം പ്രസവം ധ്വന്യേ മന്യന്തേ സൃഷ്ടിചിന്തകാः സ്വപ്നമായ സ്വരൂപേതി സൃഷ്ടിരന്യേർവികൽപ്പിതം ഇച്ഛാമാത്രം പ്രഭോ സൃഷ്ടിർ ഇതി സൃഷ്ടൗ നിശ്ചിതാः കാലാൽ പ്രസൂതിം ഭൂതാനാം മന്യന്തേ കാലചിന്തകാः ഇച്ഛാമാത്രം പ്രഭോः സൃഷ്ടി ഇതി സൃഷ്ടൗ വിനിശ്ചിതാः കാലാത് പ്രസൂതിം ഭൂതാനാം മന്യന്തേ കാലചിന്തകാः. ഇങ്ങനെ അനേക വിധത്തിലുള്ള ആളുകളാണ് ഈ തത്വം നിർണ്ണയിക്കാൻ പോകുന്നത്. ഓരോരുത്തർ നിർണ്ണയിക്കുമ്പോഴും എന്താണ് കുഴപ്പം, അതിൻ്റെ അകത്തുള്ള എന്താണെന്നാണ് ആചാര്യർ എടുത്തു കാണിക്കുന്നത്. ഇച്ഛാമാത്രം പ്രഭോ സൃഷ്ടി. ചിലർ പറയുന്നു ഈശ്വരൻ്റെ ഇച്ഛയാണ് ഈ സൃഷ്ടി. ഈശ്വരൻ്റെ ഇച്ഛ അനുസരിച്ച് ഒരു സൃഷ്ടി, ഈ പ്രപഞ്ച സൃഷ്ടി നടക്കുന്നു. ഇപ്പം ഈശ്വരനാണ് സൃഷ്ടിക്കുന്നത്, പ്രാണനാണ് സൃഷ്ടിക്കുന്നത് നേരത്തെ പറഞ്ഞു. പ്രാണോപാധിയൻ, ജഡമായ പ്രാണനെ സൃഷ്ടിക്കാൻ സാധിക്കത്തില്ല. അപ്പം പ്രാണോപാധിയനായ ചൈതന്യം ഈശ്വരനാണ് സൃഷ്ടിക്കുന്നത്. ആ ഈശ്വരൻ തൻ്റെ ഇച്ഛ കൊണ്ട് മാത്രമാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഇച്ഛാമാത്രമാണെങ്കിൽ ഭഗവാന്റെ ഇച്ഛ സാപേക്ഷമാണോ നിരപേക്ഷമാണോ? ഇപ്പം ഭഗവാൻ സ്വന്തമായിട്ട് അങ്ങോട്ട് ഇച്ഛിച്ചൊരു പ്രപഞ്ചം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ ചെയ്യാത്ത പ്രവൃത്തിക്ക് ഫലം അനുഭവിക്കുക, ചെയ്ത പ്രവൃത്തിക്ക് ഫലം അനുഭവിക്കുക, അങ്ങനെ സൃഷ്ടി പലതരത്തിലേ കാണുന്നു. ഒരുപാട് തത്വരെ കാണുന്നു, ഒട്ടും തത്വമില്ലാത്തവരെ കാണുന്നു, അതുപോലെ ഒത്തിരി അസുഖമുള്ളവരെ കാണുന്നു, അസുഖമില്ലാതെ സുഖമായിട്ട് നടക്കുന്നുണ്ട്. ഇങ്ങനെ അനേക രീതി കാണുന്നുണ്ട്. അപ്പോൾ ഈശ്വരനൊരു സൃഷ്ടി അങ്ങോട്ട് നടത്തുകയായിരുന്നെങ്കിൽ ഇങ്ങനെ വരാൻ പാടുണ്ട്. ഒരു കാരണം വേണ്ട. ഒരു കാരണവും ഇല്ലാതെ കുറേ പേരെ വലിയ സുഖിമാന്മാരായിട്ടും ധനിയന്മാരായിട്ടും ഒന്നുമില്ലാത്തവരായിട്ടും ധനിയരാണേഴും ദുഃഖിക്കുന്നവരായിട്ടും ഇങ്ങനെ പല രീതിയിലുള്ള സൃഷ്ടി നമുക്ക് അതുപോലെ കുറേ മനുഷ്യർ, കുറേ മൃഗങ്ങൾ, കുറേ വൃക്ഷങ്ങൾ, ഇങ്ങനെ അനേക സൃഷ്ടി കാണുന്നുണ്ട്. അപ്പോൾ ഈശ്വരൻ തൻ്റെ ഇച്ഛ കൊണ്ടൊരു സൃഷ്ടി അങ്ങോട്ട് നടത്തുകയാണെങ്കിൽ, നിരപേക്ഷമായിട്ട് നടത്തുകയാണെങ്കിൽ ഇതിന് ഒരു ഉത്തരം പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് ചിലർക്ക് സുഖം ഉണ്ടാകുന്നു, ചിലർക്ക് ദുഃഖം ഉണ്ടാകുന്നു എന്ന് പറയാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു പൂർവ്വകർമ്മത്തെ വെച്ചുകൊണ്ടാണ്, പൂർവ്വകർമ്മത്തെ അനുസരിച്ചാണ് ഈശ്വരൻ സൃഷ്ടി നടത്തുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ബഹുവിധത്തിൽ വരാൻ സാധ്യമല്ല. ഇപ്പം ഇച്ഛ ഈശ്വരൻ സൃഷ്ടിക്കുന്നത് ഈശ്വരേച്ഛ കൊണ്ടാണെങ്കിലും അതിനൊരു കാരണമുണ്ട്, ഇച്ഛിക്കാനൊരു കാരണമുണ്ട്. മനുഷ്യൻ്റെ അല്ലെങ്കിൽ ജീവൻ്റെ സംസ്കാരം, പൂർവ്വജന്മ സംസ്കാരം എന്നൊരു വകുപ്പുണ്ട് അവിടെ. ആ പൂർവ്വജന്മ സംസ്കാരത്തിൻ്റെ ഫലം അനുഭവിക്കാനാണ് ഇങ്ങനൊരു സൃഷ്ടി നടക്കുന്നത്. അപ്പം ഈ പൂർവ്വജന്മ സംസ്കാരം എങ്ങനെ ഉണ്ടാകണമെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ജന്മം ഉണ്ടാകണം, കഴിഞ്ഞ സൃഷ്ടി ഉണ്ടാകണം. അതുകൊണ്ടാണ് സൃഷ്ടി അനാദിയാണെന്ന് പറയുന്നത്. സൃഷ്ടി അനാദിയാണ്. സൃഷ്ടി നമുക്കതിൻ്റെ ആദി ഇല്ല എന്നല്ല അനാദി എന്നുള്ളതിനർത്ഥം നമുക്ക് ആദി കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ബുദ്ധി കൊണ്ട് അറിയാൻ ഒരു കാര്യകാരണ സഹിതം ഇതാണ് ആദി എന്ന് പറയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അനാദിയാണ് സൃഷ്ടി. എങ്കിലും അത് ഈ ജീവൻ്റെ പൂർവ്വകർമ്മം അനുസരിച്ച് ഈശ്വരൻ്റെ ഇച്ഛ അനുസരിച്ചാണ് നടക്കുന്നത്. ഇത് സൃഷ്ടവും നിശ്ചിതാഹ. സൃഷ്ടിയെ നിശ്ചയിച്ചവർ ചിലർ പറയുന്നത് ഈശ്വരേച്ഛ മാത്രമേ ഉള്ളൂ. കാലാൽ പ്രസൂതിം ഭൂതാനാം മന്യന്തേ കാലചിന്തകാഹ. ഈ കാലമാണ് എല്ലാത്തിനും കാരണം എന്ന് പറയുന്ന ആളുകൾ വിചാരിക്കുന്നു. ഈ കാലമാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വിചാരിക്കുന്നു. ഇച്ഛാമാത്രം പ്രഭോ സൃഷ്ടി ഇതി സൃഷ്ടോ വിനിശ്ചിതാഹ കാലാൽ പ്രസൂതിം ഭൂതാനാം മന്യന്തേ കാലചിന്തകാഃ. ഇച്ഛാമാത്രം പ്രഭോ സൃഷ്ടിരിതി സൃഷ്ടോ വിനിശ്ചിതാഹ കാലാൽ പ്രസൂതിം ഭൂതാനാം മന്യന്തേ കാലചിന്തകാഃ. ഭോഗാർത്ഥം സൃഷ്ടിരിത്യന്യേ ക്രീഡാർത്ഥമിതി ചാപരേ ദേവശേഷ സ്വഭാവോയം ആപ്തകാമസ്യ കാസ്പൃഹ. ഒരു നിശ്ചയത്തിലെത്തി. ഭോഗാർത്ഥം സൃഷ്ടിരിത്യന്യേ, ഭോഗാർത്ഥം സൃഷ്ടി ഇതി അന്യേ, ക്രീഡാർത്ഥം ഇതി ച അപരേ ദേവസ്യ ഏഷ സ്വഭാവഃ അയം ആപ്തകാമസ്യ കാസ്പൃഹ. ഈശ്വരൻ ആപ്തകാമനാണ്. എല്ലാം ഈശ്വരൻ്റെ അധീനത്തിലാണ് ഇരിക്കുന്നത്. അപ്പം ഈശ്വരൻ എന്ന് പറയുമ്പം ഈശ്വരൻ എന്ന പദത്തിനർത്ഥം
നിയന്താവെന്നാണല്ലോ. അപ്പം നിയന്ത്രിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണം. അപ്പോൾ ഇവിടെ ആരെയാണ് നിയന്ത്രിക്കുന്നത്? ഈ പ്രപഞ്ചത്തെയാണ് നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഈശ്വരന് ഭോഗാർത്ഥം സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഈശ്വരന് ഭോഗത്തിന് വേണ്ടിയാണ് സൃഷ്ടി. ഈശ്വരന് ഭോഗം എന്താ? ഈശ്വരൻ സർവ്വം ഈശ്വരന് അധീനമാണ്. അപ്പോൾ ഈ ഭോഗം അനുഭവിക്കാൻ വേണ്ടിയാണ് സൃഷ്ടി എന്ന് ചിലർ പറയുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞു സൃഷ്ടി ചിന്തകന്മാരിങ്ങനെയൊക്കെ പല അഭിപ്രായം പറയും. യഥാർത്ഥ ചിന്തകന്മാർക്ക് ഇതിലൊന്നും വലിയ ആദരവില്ല. ചിലർ പറയും ക്രീഡാർത്ഥം, ഭഗവാന്റെ ക്രീഡയാണ്, ഭഗവാന്റെ ഒരു രസം ആണ് ഈ സൃഷ്ടി എന്ന് ചിലർ പറയുന്നു. ചിലർ പറയുന്നു ദേവസ്യ ഏഷ സ്വഭാവ അയം, ഈ ദേവൻ്റെ സ്വഭാവമാണ്. ദേവൻ എന്ന് പറഞ്ഞാൽ ഈ നല്ല പ്രകാശസ്വരൂപൻ നടത്തും. ആ ഭഗവാന്റെ സ്വഭാവം സൃഷ്ടി എന്ന് ചിലർ പറയുന്നു. ഇവിടെ പറഞ്ഞു ആപ്തകാമസ്യ കാസ്പൃഹ. അപ്പോൾ സകല ആഗ്രഹങ്ങളും സാധിച്ചിരിക്കുന്ന ആ ഭഗവാന് എന്ത് സ്പൃഹയാണ്, എന്തിനാണ് താല്പര്യം? ഒന്നിലും ഒരു താല്പര്യം ഉണ്ടാകുകയില്ല എന്നാണ് കാസ്പൃഹ എന്ന് വെച്ചാൽ. എന്ത് സ്പൃഹയാണെന്ന് വെച്ചാൽ ഒരു സ്പൃഹയും ഇല്ല, ഒരു ആഗ്രഹവും ഇല്ല എന്ന്. ഭോഗാർത്ഥം ക്രീഡാർത്ഥമിതി ച അന്യേ സൃഷ്ടിം മന്യന്തേ. ചിലരൊക്കെ വിചാരിക്കുന്നു അപ്പം ഇവിടെ ഈ ഇതിൻ്റെ അകത്ത് കാര്യക്കകത്തെ സൃഷ്ടി എന്നുള്ളതിനെ വെറുതെ ഇങ്ങനെ പറഞ്ഞങ്ങ് തള്ളുന്നതേ ഉള്ളൂ. സൃഷ്ടിയെ കൂടുതലായിട്ട് ചിന്തിക്കുക. സൃഷ്ടി ചിന്തകനല്ല ഈ ഇതിൻ്റെ ആചാര്യൻ. അനയോഹോ പക്ഷയോഹോ ദൂഷണം ദേവശേഷ സ്വഭാവം അയം ഇതി ദേവസ്യ സ്വഭാവപക്ഷമാശ്രിത്യ. അപ്പം അതും ഒരു വളരെ സ്വതന്ത്രമായൊരു ചിന്തയല്ല, ദേവൻ്റെ സ്വഭാവപക്ഷം ആശ്രിത്യ. ഭഗവാൻ എപ്പോഴും പ്രകാശസ്വരൂപമുണ്ട്, അതിനെ ആശ്രയിച്ച് പറഞ്ഞു. സർവേഷം വ പക്ഷാണ്, എല്ലാ പക്ഷങ്ങളിലും ഓരോ ദോഷങ്ങൾ കണ്ടു. ഒടുവിൽ ആപ്തകാമസ്യ കാസ്പൃഹ. ഈശ്വരൻ എന്തിനാണ് സൃഷ്ടിച്ചത് എന്ന് പറയാൻ ആർക്കും സാധിക്കുന്നില്ല. അപ്പം നഹി രജ്വാദീനാം അവിദ്യാസ്വഭാവ വ്യതിരേകേണ സർപ്പാദ്യ ആഭാസത്വേ കാരണം ശക്യം വക്തും. അതിനൊരു ഉദാഹരണം പറഞ്ഞു. ഈശ്വരൻ എങ്ങനെ സൃഷ്ടി നടത്തി എന്നുള്ളതിന് രജ്വാദീനാം അവിദ്യാസ്വഭാവ വ്യതിരേകേണ. ഇപ്പം ഒരു രജ്ജുവിലൊരു പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞാൽ സർപ്പാദ്യാഭാസത്തെ സർപ്പമായിട്ട് ആഭാസിക്കുകയാണ് ചെയ്യുന്നത്. സർപ്പമായിട്ട് കാണുകയല്ല, സർപ്പമായിട്ട് ആഭാസം എന്ന് പറഞ്ഞാൽ തോന്നുക, സർപ്പമായിട്ട് തോന്നുന്നു. ഒരു രജ്ജുവിൽ സർപ്പത്തിനെ തോന്നുന്നു. അതിന് കാരണം എന്താ പറയാൻ പറ്റുന്നത്? നമ്മളതിനെ അറിഞ്ഞില്ല. ആ യഥാർത്ഥം അറിയാത്തത് കൊണ്ട് അത് പാമ്പാണെന്ന് നമുക്ക് തോന്നുന്നു. അതിൻ്റെ യഥാർത്ഥ സ്വഭാവം കയറ് എന്ന് ഒരു വിശേഷമായിട്ട് കിടക്കുന്നത് ജലവസ്തുവാണ് എന്നുള്ള ആ സ്വഭാവം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമുക്കതൊരു കയറാണെന്ന് തോന്നാൻ കാരണം. അതുപോലെ പാമ്പാണെന്ന് തോന്നാൻ കാരണം. ആ അതേപോലെ ഈ പ്രപഞ്ചം നമ്മൾ കാണും. ഇതിൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ പ്രപഞ്ചമായിട്ട് മനുഷ്യൻ കാണുന്നത്. യജ്വാദീന അവിദ്യാസ്വഭാവ വ്യതിരേകേണ സർപ്പാദ്യ ആഭാസത്വേ കാരണം ശക്യം വക്തും. അപ്പോൾ സൃഷ്ടിയെക്കുറിച്ച് അനേകം വികല്പങ്ങൾ പറഞ്ഞെങ്കിലും ഒടുവിൽ പറഞ്ഞു ഒരു രജ്ജുവിൽ എങ്ങനെ സർപ്പത്തെ കാണുന്നു, അത് ആ രജ്ജു ആണെന്നുള്ളത് ജഡവസ്തുവായ രജ്ജു കിടക്കുന്നു എന്നുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് ഇതൊരു സർപ്പമായിട്ട് തോന്നുന്നത് എന്ന് പറയും. അതേപോലെ ഈ അനേക പ്രവർത്തനങ്ങളുള്ള ഈ പ്രപഞ്ചം നമ്മൾ കാണുന്നത് എന്താ? അതിൽ നിശ്ചലമായി എപ്പോഴും ഒരേപോലെ സ്ഥിതി ചെയ്യുന്ന ഒരു ബോധം, ഒരു പ്രജ്ഞാനം അതുണ്ട് എന്ന് അറിയാത്തത് കൊണ്ടാണ് ഇത് പ്രപഞ്ചമായിട്ട് നമ്മൾ കാണുന്നത്. ആ ബോധത്തെ തിരിച്ചറിയുന്നില്ല. ഭോഗാർത്ഥം സൃഷ്ടിരിത്യന്യേ ക്രീഡാർത്ഥമിതി ചാവരേ ദേവശേഷ സ്വഭാവോയം ആപ്തകാമസ്യ കാസ്പൃഹ. അങ്ങനെ അത്രയും കാരികയുടെ പദ്യങ്ങൾ കയറി. ഇനി അടുത്തത് മന്ത്രത്തിൻ്റെ അവതാരിക. ചതുർത്ഥപാദഃ ക്രമപ്രാപ്തോ വക്തവ്യ ഇതിയാഹ നാന്തപ്രജ്ഞം ഇത്യാദിന. അപ്പോൾ നാലാമത്തെ
പാദത്തെക്കുറിച്ച് പറയുന്നു. നാലാമത്തെ പാദം എന്ന് പറഞ്ഞാൽ മൂന്നിനെ വെച്ചുകൊണ്ട് നാലെന്ന് പറയുന്നത് ഒരു സാപേക്ഷമായിട്ട് അവിടെ പറയുന്നതാണ് നാലെന്ന്. നാന്തപ്രജ്ഞം എന്നാണ് തുടങ്ങുന്നത്. നാന്തപ്രജ്ഞം ഇത്യാദിനെ. അപ്പോൾ ചതുർത്ഥ പാദ ക്രമം 3 പറഞ്ഞു കഴിഞ്ഞു. ക്രമത്തിൽ നാലാമത്തെ പാദത്തെക്കുറിച്ച് പറയുകയാണ്. സർവശബ്ദപ്രവൃത്തി നിമിത്ത ശൂന്യത്വാത് തസ്യ ശബ്ദ അനഭിധേയത്വം ഇതി വിശേഷ പ്രതിഷേധേനൈവ ച തുരീയം നിർദ്ദിക്ഷതി. എങ്ങനെ നാലാമത്തതിനെ പറയാൻ പറ്റും? നാലാമത്തെ പാദത്തെക്കുറിച്ച് സർവത്തിനും അധിഷ്ഠാനമായിരിക്കുന്ന ആ പ്രജ്ഞാനത്തെക്കുറിച്ച് എങ്ങനെ പറയാൻ പറ്റും? ഒരു വിധത്തിലും അതിനെ പറയാൻ പറ്റുന്നില്ല. കാരണം യഥോ വാചോ നിവർത്തന്ത എന്നാണ്. അപ്പം വാക്കുകളും ഇന്ദ്രിയങ്ങളും എല്ലാം നിവർത്തിച്ചു പോകുന്നു അവിടെ. അപ്പോൾ അവിടെ ആർക്കും ഇതാണ് എന്ന് പറയാൻ സാധിക്കുന്നില്ല. സർവശബ്ദ പ്രവൃത്തി നിമിത്ത ശൂന്യത്വം. അപ്പോൾ ഒരു ശബ്ദം കൊണ്ടാണല്ലോ നമ്മളൊരു വിഷയത്തെ പറയുന്നത്. ഒരു പേര് പറഞ്ഞു, അത് ഇന്നപ്പോൾ രതീഷ് എന്ന് പറഞ്ഞു. രതീഷ് ഇന്നാലാണെന്നും എല്ലാവരുടെയും മനസ്സിലൊരു ബോധം വന്നു. ഇത് ജലപാത്രം എന്ന് പറയും. ഇപ്പോൾ ജലത്തിനെക്കുറിച്ചും ജലം ഇരിക്കുന്ന പാത്രത്തെക്കുറിച്ചും ഒരു ബോധം നമുക്കുണ്ട്. അപ്പോൾ ഒരു വാക്കുകൊണ്ടാണ്, ശബ്ദം കൊണ്ടാണ് നമ്മൾ ഈ ആശയവിനിമയം ചെയ്യുന്നത്. അങ്ങനെ ആശയവിനിമയം ചെയ്യുന്ന സർവ ശബ്ദങ്ങളുടെയും പ്രവൃത്തി നിമിത്ത ശൂന്യത്വമാണ്. അതിൻ്റെ പ്രവൃത്തി ഇവിടെ വരുന്നില്ല. ഈ ഒരു ശബ്ദം കൊണ്ടും ഈ ആത്മശബ്ദത്തെ കൊണ്ട് പറയാൻ സാധിക്കാത്തത് കൊണ്ട് തസ്യ ശബ്ദ അനഭിധേയത്വം ഇതി. അതുകൊണ്ട് ശബ്ദം കൊണ്ട് അനഭിധേയത്വം, ഒരു ശബ്ദം കൊണ്ട് അതിനെ പറയാൻ സാധിക്കത്തില്ല. ഇതാണ് ബ്രഹ്മം അല്ലെങ്കിൽ നാലാമത്തെ പാദം, ആ ആത്മവസ്തു എന്ന് ആർക്കും പറയാൻ സാധ്യമല്ല. വിശേഷ പ്രതിഷേധേനൈവ തുരീയം നിർദ്ദിക്ഷതി. അതുകൊണ്ട് എന്താണ് ചെയ്യുന്നത്? വിശേഷ പ്രതിഷേധേന, അതായത് ഓരോന്നെടുക്കുക. ഇപ്പോൾ ജാഗ്രത നമ്മൾ അനേകം അറിയുന്നു. ജാഗ്രതാണ് പരമാത്മാവ്, ഞാൻ എന്നുള്ളതിൻ്റെ ലക്ഷ്യം അല്ല, ഞാനല്ല. അപ്പോൾ അതിനെ പ്രതിഷേധിച്ചു. അതുപോലെ സ്വപ്നമാണോ താൻ? സ്വപ്നം താനല്ലല്ലോ. അപ്പം അതിനെ പ്രതിഷേധിച്ചു. ഉറങ്ങി നമ്മളൊന്നുമില്ല, അപ്പോൾ ഉറക്കം ഞാനാണ്, അതുമല്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ അറിയുന്ന എല്ലാത്തിനെയും നിഷേധിച്ചു. അപ്പം ശബ്ദ അനഭിധേയത്വമിതി വിശേഷ പ്രതിഷേധേനൈവ തുരീയം നിർദ്ദിക്ഷതി. ഈ നാലാമത്തെ പാദത്തെ പ്രതിഷേധം, ഇതല്ല നേതി ഇങ്ങനെ ഓരോന്നിനെയും പ്രതിഷേധിച്ചാണ് തുരീയത്തെ നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഒരു സംശയം നമുക്ക്, ഒരു ശബ്ദവും ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ ശൂന്യമേവ ദർഹിതത. അങ്ങനെയാണെങ്കിൽ ശൂന്യമില്ല, ഒരു വിധത്തിലും അതിനെ അറിയാൻ പറ്റുന്നില്ല. ഒരു ശബ്ദം കൊണ്ടും അതിനെപ്പറ്റി പറയാൻ പറ്റുന്നില്ല, അറിയാനേ പറ്റുന്നില്ല. ഒരിക്കലും ഒരു വിധത്തിലും അറിയപ്പെടുന്ന വസ്തു അല്ലെങ്കിൽ അത് ശൂന്യമല്ലേ എന്ന സംശയം. അത് ശരിയല്ല. മിഥ്യാവികൽപ്പസ്യ നിർനിമിത്തത്വാനുഭവത്തേഹി മിഥ്യാവികൽപ്പസ്യ. അപ്പോൾ നമ്മളൊരു മിഥ്യാവികൽപ്പം, നമ്മളിതെല്ലാം കാണുകയാണല്ലോ, ഇത് മിഥ്യയാണെന്ന് പറഞ്ഞു. മിഥ്യയായിട്ടൊരു വികല്പം, അതായത് നിർണയിച്ചില്ല, അങ്ങനെ ഉണ്ടോ ഇല്ലയോ ഇങ്ങനെ ഒരു സംശയം വന്നു. അങ്ങനെയുള്ള ആ വികല്പം നിർനിമിത്തത്വം, ഒരു കാരണമില്ലാതെ ഉണ്ടാകത്തില്ല. ഇപ്പം നമുക്കൊരു എന്തെങ്കിലും ഒരു തോന്നൽ വന്നെങ്കിൽ ആ തോന്നലിന് അടിസ്ഥാനമായിട്ടൊരു കാരണം കാണും, ഒരു സത്യമായ ആശ്രയം കാണും അതിന്. ഇതാണ് മിഥ്യാവികൽപ്പസ്യ നിർനിമിത്തത്വാനുഭവത്തേഹേ നഹി രജത സർപ്പ പുരുഷ മൃഗദർശനികാദി വികൽപ്പാഹ ശുക്തിക രജ്ജു സ്ഥാണൂഷരാദി വ്യതിരേകേണ അവസ്തുആസ്പദാഹ ശക്യ കൽപ്പയിത്. ഒരു നഹി രജത സർപ്പ പുരുഷ മൃഗദർശനിക. ഇപ്പം രജതം ഒരു ശുക്തിക കണ്ടിട്ടാണ് രജതം എന്ന് തോന്നിയത്. അപ്പോൾ വെറുതെ ഒരാൾക്ക് കുറേ വെള്ളി ഇരിക്കുന്നു തോന്നിയില്ല. ഒരെണ്ണത്തിലാണ്, ഒരു അധിഷ്ഠാനത്തിലാണ് ഒരു ആരോപം ഉണ്ടായത്. അതുപോലെ സർപ്പത്തിനെ കണ്ടെങ്കിൽ അതിന് ഒരു കാരണമായിട്ട് രജ്ജുണ്ട് അവിടെ. ഒരു പുരുഷനെ കാണുന്നു, വാസ്തവത്തിൽ പുരുഷൻ ഇല്ലയെന്ന് പിന്നെ മനസ്സിലാകുന്നുണ്ട്. എങ്കിലും ആ പുരുഷനെ കണ്ടപ്പോൾ അവിടെ ഒരു കുറ്റിയുണ്ടായിരുന്നു, അതിനെയാണ് നമ്മൾ പുരുഷനായിട്ട് കണ്ടത് എന്ന്. അതുപോലെ മൃഗദക്ഷിണിക വെള്ളം, കാനൽ ജലം, അത് കാണണമെങ്കിൽ ഒരു കാനലുണ്ടായിരിക്കണം, ഒരു ഊഷരപ്രദേശം ഉള്ളത് കൊണ്ടാണ് ഈ അപ്പോൾ ഒന്നുമില്ലായ്മയിലല്ല ഇത് കാണുന്നത്. എന്തെങ്കിലും നമുക്കൊരു വികല്പം, അതായത് ഒരു നിർണ്ണയിക്കാൻ പാടില്ലാത്ത ഒരു വസ്തു,
അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അതിന് ഒരു കാരണമുണ്ടായിരിക്കും. ഇന്ന് ഒരു കാരണവുമില്ലാതെ ഇങ്ങനെ ഒരു വികല്പം ഉണ്ടാകുന്നില്ല. നമ്മൾ കാണുന്നത് സത്യമല്ലെങ്കിലും ആ സത്യമല്ലാത്ത കാഴ്ചയ്ക്ക് കാരണമായിട്ട് ഒരു സത്യവസ്തു ഉണ്ടായിരിക്കും. അതേപോലെ ശുക്തിക രജ്ജുസ്ഥാണൂഷരാദി വ്യതിരേകേണ അവസ്ത്വാസ്പദാഹ ശക്യ കൽപ്പയിതും. ഇതെല്ലാം അവസ്തുക്കളാണ്. അതായത് സർപ്പം വസ്തുവല്ല, സർപ്പം സത്യമല്ല, സർപ്പം പോയില്ലേ. അപ്പം അതുപോലെ ഓരോന്നും അവസ്തുവാണെന്ന് അവസ്തുവിനെ സങ്കല്പിക്കണമെങ്കിൽ അതിന് ഒരു കാരണമുണ്ടായിരിക്കും. ഏവം തർഹി പ്രാണാദി സർവവികൽപാസ്പദത്വാത് തുരീയസ്യ ശബ്ദവാച്യത്വം ഇതി ന പ്രതിഷേധൈഹി പ്രത്യായത്വം ഉദകാധാര ഏവ ഘടാദേഹി. അപ്പോൾ ഇതിനൊരു ഉത്തരം വന്നു. ഇപ്പം നേരത്തെ പറഞ്ഞു പ്രാണനാണ് എല്ലാം സൃഷ്ടിക്കുന്നത്. അപ്പം ഇത് പ്രാണശ്ചേതോംശു എന്ന് പറഞ്ഞല്ലോ കഴിഞ്ഞ പദ്യത്തിൽ. അപ്പോൾ പ്രാണനാണ് എല്ലാം സൃഷ്ടിക്കുന്നതിൽ. ഏവം തർഹി, ഒരു അധിഷ്ഠാനമില്ലാതെ ഈ ആരോപത്തെ കാണുന്നില്ല. ഇതിന് സത്യമായൊരു അധിഷ്ഠാനം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ കാണുന്നത്. ഈ പ്രപഞ്ചത്തിന് സത്യമായൊരു അധിഷ്ഠാനം ഉണ്ടായിരിക്കും. അപ്പോൾ ആ അധിഷ്ഠാനം എന്താണ്? അങ്ങനെ ഇപ്പോൾ എനിക്കൊരു സംശയം. ഏവം തർഹി പ്രാണാദി സർവവികൽപാസ്പദത്വാത്. അപ്പം പ്രാണനാണ് ഇതിനെ എല്ലാം സൃഷ്ടിക്കുന്നത് നേരത്തെ പറഞ്ഞു. അപ്പോൾ പ്രാണനാണ് എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നതെങ്കിൽ ആണത്വാത് തുരീയസ്യ ശബ്ദവാച്യത്വം. അങ്ങനെ പറയാം, പ്രാണനാണ് എല്ലാം സൃഷ്ടിച്ചത്. പ്രാണനാണെങ്കിൽ പ്രാണൻ എന്ന് പറയുന്നത് തന്നെ നമ്മൾ പറയുകയല്ലേ, ശബ്ദവാച്യത്വം. ശബ്ദം കൊണ്ട് പ്രാണനെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ശബ്ദം കൊണ്ട് പറയാമെന്നായി. അങ്ങനെയാണെങ്കിൽ ന പ്രതിഷേധൈഹി പ്രത്യായത്വം ഉദകാധാരേ ദിവ ഘടാദേഹം. അപ്പം ഒരു ശബ്ദം കൊണ്ട് പ്രാണനെ പറയുമെങ്കിൽ പ്രാണനാണ് എല്ലാത്തിനും കാരണമെന്ന് പറഞ്ഞു എങ്കിൽ ഈ പ്രാണനാണെന്ന് പറഞ്ഞാൽ പോലെ എല്ലാം ഉദകാധാരാതെ ഇവ ഘടാതെ. വെള്ളത്തിൽ ഒരു കുളത്തിൽ കുറേ വെള്ളം ഇരിക്കുന്നു. അപ്പോൾ ഉദകമാണ്, ഈ ഘടം ആണതിന് ആധാരം. ആ ആധാരത്തിൽ വെള്ളം ഇരിക്കുന്നു. അങ്ങനെ പറയാമല്ലോ. അതുപോലെ ഈ ജീവന്മാരെല്ലാം പ്രാണനിലിരിക്കുന്നു. ഘടാസ്ഥാനത്ത് പ്രാണനെ എടുക്കണം. പ്രാണനിലാണ് ഇതെല്ലാം ഇരിക്കുന്നതെന്ന് പറയാമല്ലോ. അപ്പോൾ എല്ലാം പ്രാണനിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഈ കാണുന്നതിനെല്ലാം അധിഷ്ഠാനം പ്രാണനാണ് എന്ന് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ എന്ന് സംശയം. അതിനുത്തരം ന പ്രാണാദി വികൽപ്പസ്യ അസത്വാ ചുക്തികാദിഷു ഇവ രജതാദേഹ നഹ പ്രാണാദി വികൽപ്പസ്യ അസത്വാ. അപ്പോൾ ഈ പറഞ്ഞു വന്നപ്പോഴേ പ്രാണനും അസത്വമാണ്, പ്രാണനും സത്യമല്ല. ഇപ്പോൾ കുടവും സത്യമല്ല, വെള്ളവും സത്യമല്ല. ഇവിടെ വെള്ളമില്ല, കുടവും ഇല്ല. അതേപോലെ നമ്മൾ ഈ പ്രപഞ്ചം കാണുന്നു, വാസ്തവത്തിൽ അവിടെ പ്രപഞ്ചവും ഇല്ല, പ്രാണനും ഇല്ല. പ്രാണാദി ശുക്തികാദിഷു ഇവ രജതാദേഹം നഹി സാധാ അസതോഹോ സംബന്ധം. സത്തും അസത്തും കൂടെ ഒരു സംബന്ധം ഉണ്ടാകത്തില്ല. ഒരു സത്തും അസത്തും കൂടെ ഒരു ബന്ധം ഉണ്ടാകാൻ സാധ്യമല്ല. ശബ്ദപ്രവൃത്തി നിമിത്തഭാഗ അവസ്തുത്വാത്. അപ്പം ശബ്ദപ്രവൃത്തി നിമിത്തഭാഗ അവസ്തുത്വാത്. ശബ്ദപ്രവൃത്തിയേ ഉള്ളൂ, അവിടെ ഒരു വസ്തുവില്ല. ഇപ്പം ഒരു വസ്തുവിനെ പറയണമെങ്കിൽ ഒരു വസ്തു 5 വിധത്തിലാണ് നമ്മൾ വസ്തുവിനെ മനസ്സിലാക്കുന്നത്. ഇപ്പം ഒരു രൂഢി എന്നൊരർത്ഥം വരും. രൂഢി എന്ന് പറഞ്ഞാൽ ഒരു താമര ഇരിക്കുന്നു. താമര എന്ന പങ്കജം എന്നാണ്. ഈ പങ്കത്തിൽ നിന്ന് എന്തെല്ലാം ഉണ്ടാകുന്നു, എന്തെല്ലാം പുഴുക്കൾ അതും ഇതും എല്ലാം ഉണ്ടല്ലോ ഈ പക്ഷെ പങ്കജം എന്ന് പറഞ്ഞാൽ താമര എന്നാണ്. അതാണ് രൂഢിയായി പറഞ്ഞ് അങ്ങ് ഉറച്ചു പോയ അർത്ഥം. അതിനതേ അർത്ഥം അറിയുള്ളൂ. അങ്ങനെ ഒരെണ്ണം. പിന്നെ ഒരു സംബന്ധം കൊണ്ടറിയും. ഇപ്പോൾ നമ്മൾ പറയാം ആ വെള്ളപ്പാത്രം ഇങ്ങനെ എടുത്തു എന്ന് പറഞ്ഞാൽ ഈ പാത്രത്തിലിരിക്കുന്ന വെള്ളത്തിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പാത്രമല്ലല്ലോ എനിക്ക് വേണ്ടത്. അപ്പോൾ ആ വെള്ളത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ സംബന്ധം കൊണ്ടറിയാം. അതുപോലെ ജാതി കൊണ്ടറിയാം. നമ്മളീ പറയുന്ന ഒന്നുമല്ല ജാതി. ഹിന്ദു നമ്മുടെ ശാസ്ത്രം അനുസരിച്ചുള്ള ജാതി, നമ്മളിപ്പം പറയുന്ന ജാതിയുമായിട്ട് ഒരു ബന്ധവുമില്ല. ജാതി എന്ന് പറഞ്ഞാൽ അനേകാനുഗതം. അത് ഒരു ഗ്രൂപ്പ്, ഒരു സമൂഹം. അതിലനേക വ്യക്തികളുണ്ട്. വ്യക്തി എന്ന് പറഞ്ഞാൽ വൃക്ഷമായാലും മൃഗമായാലും എല്ലാം ഓരോന്നും. അങ്ങനെയുള്ള ഇതിനെ തിരിച്ചറിയാനൊരു ലക്ഷണം കാണും.
ഈ ഒരു വസ്തുവിനെ, ഒരു സമൂഹത്തെ തിരിച്ചറിയാൻ ഒരു ലക്ഷണം ഉണ്ടായിരിക്കും. ആ ലക്ഷണത്തിനാണ് ജാതി എന്ന് പറയുന്നത്. ഇപ്പോൾ വൃക്ഷം എന്ന് പറഞ്ഞാൽ എന്തെല്ലാം തരം വൃക്ഷങ്ങളുണ്ട്. ആ വൃക്ഷം എന്ന് പൊതുവെ പറയുകയാണെങ്കിൽ നമ്മളെല്ലാ വൃക്ഷങ്ങളും എഴുതും. ഇപ്പോൾ മൂവാണ്ടമാവ് എന്ന് പറയുകയാണെങ്കിൽ അത് അനേകം മാവുകളിൽ അതിൻ്റെ ലക്ഷണമുണ്ട്. അപ്പോൾ അതിനെ തിരിച്ചറിയാനുള്ള ലക്ഷണമാണ് ജാതി എന്ന് പറയുന്നത്. ഇപ്പോൾ മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഒരു ലക്ഷണമുണ്ട്. ഇപ്പോൾ ഈ 4 കാലം നടക്കുന്ന കൊമ്പുള്ള എന്തെല്ലാം ജന്തുക്കളുണ്ട്. പശു എന്ന് പറയുമ്പോൾ അതിനൊരു ലക്ഷണമുണ്ട്, അതിനെ നമുക്ക് തിരിച്ചറിയാം. അതൊരു സമൂഹമാണ്. പശു എന്ന് പറയുന്നത് അനേക പശുക്കളുണ്ട്. ആ പശുക്കളെ എല്ലാം തിരിച്ചറിയാൻ ഈ ജാതിയുണ്ട്. അത് അങ്ങനെ പറയുന്നത്. പട്ടി എന്ന് പറയുകയാണെങ്കിൽ ആ പട്ടിയെ തിരിച്ചറിയാം, അത് 4 കാലുള്ളതാണ്. പൂച്ച, ഇതിനെ ഓരോന്നിനെ നമുക്ക് തിരിച്ചറിയാം. അപ്പോൾ ഇതിനെല്ലാം ഈ സമൂഹത്തെ തിരിച്ചറിയാനുള്ള ഒരു ലക്ഷണം, അതാണ് ഈ ജാതി എന്ന് പറയുന്നത്. അങ്ങനെ ജാതി കൊണ്ടറിയാം. അതുപോലെ ഒരു ക്രിയ വെച്ചിട്ടറിയാം. ക്രിയ ഇപ്പോൾ ഇയാളവിടുത്തെ പാചകനാണ് എന്ന് പറഞ്ഞാൽ ഇയാൾ പാചക പ്രവൃത്തി ചെയ്യുന്ന ആളാണ്, ഇയാൾ അധ്യാപകനാണ് എന്ന് പറഞ്ഞാൽ അധ്യാപനം ചെയ്യുന്ന ആളാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അങ്ങനെ ഓരോ പ്രവൃത്തി കൊണ്ടും അറിയാൻ സാധിക്കും. പിന്നെ ഗുണം കൊണ്ടറിയാം. ഇപ്പോൾ അനേക താമരകളുണ്ടെങ്കിൽ നീലത്താമര എന്ന് പറഞ്ഞാൽ തിരിച്ചറിയാം. ഇപ്പോൾ അനേകവിധ ശംഖുപുഷ്പം, അനേക രീതിയിലുള്ള അനേക നിറമുള്ളതുണ്ട് ശംഖുപുഷ്പം. ഇതിൽ വെള്ള ശംഖുപുഷ്പം എന്ന് പറയുമ്പോൾ അതിനെ തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ ഗുണം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ജാതി കൊണ്ടും ലക്ഷണം കൊണ്ടും സംബന്ധം കൊണ്ടും രൂഢിയായിട്ട് ഗുണം കൊണ്ടും എല്ലാം തിരിച്ചറിയാം ഓരോ വസ്തുവിനും. അപ്പം അങ്ങനെ വേണം തിരിച്ചറിയാം. ഇവിടെ നഹി സദസദോഹോ സംബന്ധ ശബ്ദപ്രവൃത്തി നിമിത്തഭാഗ അവസ്തുത്വം. അപ്പോൾ ശബ്ദപ്രവൃത്തിക്ക് ഇവിടെ പ്രയോജനമില്ല. നാഭി പ്രമാണാന്തര വിഷയത്വം സ്വരൂപേണ ഗവാദിവത്. പ്രമാണാന്തര വിഷയത്വം വേറൊരു പ്രമാണം കൊണ്ടറിയുക, അതായത് സ്വരൂപേണ ഗവാദിവത്. അതിൻ്റെ സ്വരൂപം ഒരു സമൂഹത്തിൻ്റെ സ്വഭാവം ഗവാദിവത്, ഇത് പശുവാണ് എന്നുള്ളൊരു സമൂഹത്തെ തിരിച്ചറിയാനുള്ള ഒരു ലക്ഷണം. ആത്മനഹ, അതും ആത്മാവിനില്ല. ആത്മാവിന് അങ്ങനെ ഒരു ലക്ഷണം പറയാൻ സാധിക്കത്തില്ല. കാരണം അത് നിരുപാധികമാണ്. ഏതെങ്കിലും ഒരു ഉപാധി ഉണ്ടെങ്കിൽ ഈ സ്വരൂപം പറയാൻ പറ്റുമല്ലോ. ഇപ്പോൾ കൊമ്പുള്ള പശു എന്ന് പറയുകയാണെങ്കിൽ ആ കൊമ്പിരിക്കാൻ പശു വേണം. അപ്പം അങ്ങനെ ഒരു ലക്ഷണം വേണം. അപ്പം ഇത് നിരുപാധികമാണ്, ഒരു ഉപാധിയുമില്ല. അതുകൊണ്ട് അതിനെ അറിയാൻ പറ്റില്ല. ഗവാദിവത് നാഭി ജാതിമത്വം അദ്വിതീയത്വേന സാമാന്യ വിശേഷാഭാവാത്. സാമാന്യ വിശേഷാഭാവാത്. ഇപ്പം ഒരാൾ പറയുകയാണ്, നമ്മൾ ഇത്രയും പേര് ഇവിടെ കൂടിയിരിപ്പുണ്ട്, ഒരു സമൂഹം. അപ്പോൾ ഒരാളെ എടുത്തു പറയുമ്പോൾ അത് വിശേഷം. അപ്പോൾ ഒരു സമൂഹത്തിൽ ഒന്നിനെ എടുത്തു പറയുന്നത്, ഒരു സമൂഹം എന്ന് പറയുന്നത് സാമാന്യം, അതിലൊന്നിനെ എടുത്തു പറയുന്നത് വിശേഷം. അപ്പോൾ സാമാന്യ വിശേഷം ഇവിടില്ല. കാരണം എന്തെങ്കിലും ഒരു അവയവിഭാവം ഉള്ളിടത്തല്ലേ സാമാന്യം ഉണ്ടാവുകയുള്ളൂ, സാമാന്യം വിശേഷം ഉണ്ടാവുകയുള്ളൂ. അതില്ലാത്തതുകൊണ്ട് ഇവിടെ സാമാന്യ വിശേഷാഭാവാത്. നാഭി ക്രിയാവത്വം പാചകാദിവത് വിക്രിയത്വാത് അവിക്രിയത്വാത്. പാചകാദിവത് അവിക്രിയ. പാചകം എന്ന് പറയുന്ന ഒരു ജോലി ചെയ്യുന്നുണ്ട്, പാചകം ചെയ്യുക എന്നൊരു ജോലിയുണ്ട്. അപ്പോൾ ഇത് അവിക്രിയമാണ്, ഒരു പ്രവൃത്തിയുമില്ല. അതുകൊണ്ട് അവിക്രിയത്വാത്. നാഭി ഗുണവത്വം നീലാദിവൻ നിർഗുണത്വാത്. ഇതിന് ഗുണവുമില്ല, ഒരു ഗുണവുമില്ല, ഒരു ജാതിയുമില്ല, ഒരു പ്രവൃത്തിയുമില്ല, ഒരു സംബന്ധവുമില്ല. ഇങ്ങനെയുള്ള ഒരു വസ്തുവാണിത്. അതുകൊണ്ട് അതഃ നാഭിധാനേന നിർദ്ദേശം അർഹതി. അഭിധാനേന നിർദ്ദേശം അർഹതി. ഒരു അഭിധാനം പേര് പറഞ്ഞിട്ട് ഇതിനെ പറയാൻ സാധ്യതയുണ്ട്. പേര് പറയണേ ഇതിലെന്തെങ്കിലും ഒന്ന് വേണം. ആ ശബ്ദം അതിനെ അർത്ഥമാക്കും. ഒരു ശബ്ദവും അവിടെ ചെല്ലുന്നില്ല. അപ്പോൾ പിന്നെ എങ്ങനെ പറയും? അഭിധാനേന നിർദ്ദേശം അർഹതി. അപ്പം പിന്നെ സംശയം വന്നു. അപ്പോൾ ഒരു വിധത്തിലും അതിനെ പറയാൻ പറ്റത്തില്ലെങ്കിൽ, ജാതിയുമില്ല, ഗുണവുമില്ല, പ്രവൃത്തിയുമില്ല, സംബന്ധവുമില്ല, ഒന്നുമില്ല എങ്കിൽ പിന്നെന്തുവാണ്? ശശവിഷാണാദി സമത്വം നിരർത്ഥകത്വം പറയുക. അങ്ങനെയാണെങ്കിൽ ഒരു വസ്തുവില്ല, അത് നിരർത്ഥകമാണ്. ഈ പറയുന്നത് നിരർത്ഥകമാണ്, അതിന് ഒരു അർത്ഥമില്ല എന്ന് പൂർവപക്ഷം ചെയ്തു. അതിന് മറുപടി ആത്മത്വാവഗമേ തുരീയസ്യ അനാത്മതൃഷ്ണ
വ്യാവൃത്തി ഹേതുത്വാത് ശുക്തിയാവഗമ ഇവ രജത തൃഷ്ണായ. ഇപ്പം രജതം കണ്ടു, രജത തൃഷ്ണ ആ ശുക്തിയെ കണ്ടു കഴിയുമ്പോൾ അതങ്ങില്ലാതാവും. ഒരു ശുക്തിയെ കണ്ടിട്ട് രജതമാണെന്ന് വിചാരിക്കും. രജതത്തെ അറിയുമ്പോൾ ഈ ശുക്തിയെ അറിയുമ്പം രജതം എന്നൊരു വസ്തുവില്ല എന്ന് മനസ്സിലായി. അതേപോലെ അതായത് അധിഷ്ഠാനത്തെ അറിയുകയാണെങ്കിൽ ഈ ആരോപം പിന്നെ ഇല്ല, ആരോപമേ ഇല്ല. അത് അതിന് ഉദാഹരണമാണ്. ഇപ്പോൾ രജ്ജുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പാമ്പേ ഇല്ല. അതുപോലെ ഈ എന്താ പറഞ്ഞ ശുക്തിയെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെള്ളിയേ ഇല്ല. അപ്പോൾ അങ്ങനെ എന്താണോ ആരോപം, ഇത് ആരോപമാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ അധിഷ്ഠാനത്തെ അറിയണം. അധിഷ്ഠാനത്തെ അറിഞ്ഞെങ്കിലേ ആരോപം ഇല്ലാതാകുള്ളൂ. അപ്പം അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ സർവ്വപ്രപഞ്ചത്തിനും അധിഷ്ഠാനമായിരിക്കുന്ന ആത്മാവ് അതിനെ അവഗമേ, ആത്മഭാവം അറിഞ്ഞു കഴിഞ്ഞാൽ തുരീയസ്യ അനാത്മതൃഷ്ണ വ്യാവൃത്തി ഹേതുത്വാർ. അപ്പം തുര്യനെ ആത്മഭാവത്തിലറിഞ്ഞാൽ, തൻ്റെ സ്വരൂപം ഇതാണ് എന്ന് അറിഞ്ഞാൽ ആത്മതൃഷ്ണ വ്യാവൃത്തി ഹേതുത്വാത്. പിന്നെ ഇതെന്താണെന്ന് അറിയേണ്ട കാര്യമില്ലല്ലോ, ഒന്നിനെ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പം ഇതൊരു കയറായിരുന്നല്ലോ എന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ പാമ്പ് ഇവിടെ പോയി എന്ന് അന്വേഷിക്കാറുണ്ടോ? പിന്നെ നമുക്കൊന്നും അറിയാനില്ല. അതേപോലെ ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഈ പ്രപഞ്ചത്തെ പറ്റി ഒന്നും അറിയാനില്ല. കാരണം ഇത് ആരോപമാണെന്ന് മനസ്സിലാക്കി. അധിഷ്ഠാനത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ആത്മതൃഷ്ണ വ്യാവൃത്തി ഹേതുത്വം, ഇതിൻ്റെ സ്വരൂപം എന്താണെന്ന് അറിയാനൊരാഗ്രഹം ഉണ്ടായല്ലോ, തൃഷ്ണ, ആ ആഗ്രഹം ഇല്ലാതായതുകൊണ്ട് രജത തൃഷ്ണായ, അതാണ് അതിൻ്റെ പ്രയോജനം വന്നത്. അപ്പം രജത തൃഷ്ണ ശുക്തിയാണെന്ന് പറഞ്ഞാൽ രജതൃഷ്ണ ഇല്ലാതായി. അതേപോലെ ഈ പ്രപഞ്ചം സത്യമല്ല എന്നറിഞ്ഞു കഴിയുമ്പോൾ, ഇതിൻ്റെ അധിഷ്ഠാനത്തെ അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഒന്നും അറിയാൻ ആഗ്രഹമില്ല. അധിഷ്ഠാനത്തിൻ്റെ സ്വരൂപം അറിഞ്ഞാൽ പിന്നെ ഒന്നും അറിയാനില്ല. അതുകൊണ്ട് അതാണ് അതിൻ്റെ പ്രയോജനം. ആത്മത്വാവഗമേ, ആത്മസ്വരൂപത്തെ അറിയുക. തുര്യനെ ആത്മസ്വരൂപമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നൊന്നും അറിയാനില്ല. അതാണ് ഈ ആത്മബോധത്തിൻ്റെ പ്രയോജനം. നഹി തുരീയസ്യ ആത്മത്വാവഗമേ സതി അവിദ്യാതൃഷ്ണാദിദോഷാണാം സംഭവഃ അസ്തി. തുരീയസ്യ അവഗമേ, ഇത് ജാഗ്രത സ്വപ്ന സുഷുപ്തിയെയും വെളിപ്പെടുത്തുന്ന ആ ബോധം, ആ ചൈതന്യം, അതാണ് താൻ എന്നറിയും. അതാണ് താനെന്നറിയാൻ നമ്മൾ നല്ലപോലെ മനനം ചെയ്താൽ മതിയല്ലോ. കാരണം ജാഗ്രതത്തിനെ അറിയുന്നു, ഞാൻ അറിയുന്നു. ജാഗ്രത പൂർണ്ണമായിട്ട് മാറി സ്വപ്നത്തെ ഞാൻ അറിയുന്നു. സ്വപ്നം പൂർണ്ണമായിട്ട് മാറി ഉറങ്ങത്തെ ഞാൻ അറിയുന്നു. ആ ഞാനെന്നുള്ളത് ഇല്ലാത്ത ഒരവസരം ഒരിക്കലും ഉണ്ടാകുന്നില്ല. ഞാൻ എന്നുള്ള ഒരു ബോധം, ഒരനുഭവം ഇല്ലാത്ത ഒരു സമയം നമുക്കുണ്ടാകുന്നുണ്ട്, എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അത് സത്താണ്, അത് എപ്പോഴും ഉണ്ട്. അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ തുരീയസ്യ അവഗമേ, നമ്മൾ ഇങ്ങനൊരു ഞാനിപ്പം ഞാനെന്നറിയുന്നതിൻ്റെ ലക്ഷ്യം ഈ ആത്മാവാണ്, കേവല ബോധമാണ്, ഈ എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന ചൈതന്യമാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവഗമേ തുരീയസ്യ ആത്മത്വാവഗമേ സതി അവിദ്യാതൃഷ്ണാദിദോഷാണാം സംഭവഃ അസ്തി. ഇതറിഞ്ഞു കഴിഞ്ഞാൽ അവിദ്യ എന്ന് പറയുന്നത് എന്താ? ആത്മസ്വരൂപത്തെ അറിയാതിരിക്കുക എന്നുള്ളതാണ് അവിദ്യ. ആത്മസ്വരൂപത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അവിദ്യയില്ല. അവിദ്യ സംഭവഃ ന അസ്തി. നച തുരീയസ്യ അനവഗമേ കാരണമസ്തി. ഇപ്പോൾ ഈ ആത്മാവിനെ എന്തുകൊണ്ട് അറിയുന്നില്ല? അതിനൊരു കാരണവും കാണുന്നില്ല. കൃത്യമായിട്ട് ഇത് എന്തുകൊണ്ട് അറിയുന്നില്ല എന്നറിയുന്നുമില്ല. തുരീയസ്യ അനവഗമേ, തുരീയനാണ് ആത്മാവെന്ന് അറിയാതിരിക്കുന്നതിന് കാരണമസ്തി. സർവോപനിഷദാം താദർത്ഥ്യേന ഉപക്ഷയാത്. ഉപനിഷത്തുകളും താദർത്ഥ്യേന, ഈ ഞാനെന്നുള്ളത് ഇതിൻ്റെ ലക്ഷ്യം പരമാത്മാവാണ്. ഈ പ്രപഞ്ചം അതിൽ ആ ഞാനെന്നുള്ള ബോധത്തിൽ അറിയുന്ന അത് വെറും സങ്കല്പങ്ങളാണ് എന്ന് അറിയിക്കാനാണ് സർവ്വ ഉപനിഷത്തുകളും പ്രയത്നിക്കുന്നത്, സർവ്വ ഉപനിഷത്തുകളും പ്രവർത്തിക്കുന്നത്. അപ്പം അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ
താതർത്ഥ്യേന ഉപക്ഷയാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നമ്മുടെ കർത്തവ്യം, ഉപനിഷത്തിൻ്റെ കർത്തവ്യം എന്തെങ്കിലും, ഉപനിഷത്തിന് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉപനിഷത്തുകളെല്ലാം ഉപക്ഷയാണ്. അതിന് ഉദാഹരണം പറയാം, തത്വമസി, തത് ത്വം അസി. തത് നമ്മളിപ്പം ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് തത്വമസി. ഇപ്പം അതിനർത്ഥം എന്തുവാ? ഈ കാണുന്ന ഞാൻ ബ്രഹ്മമാണെന്നാണോ അർത്ഥം? അപ്പോൾ ഈ കാണുന്ന ഞാൻ ബ്രഹ്മമല്ല. അത് എല്ലാവർക്കും അറിയാം. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ ബ്രഹ്മത്തെ വ്യാഖ്യാനിച്ചു. ഇപ്പം ഈ നേരത്തെ പറഞ്ഞ ആ വ്യാഖ്യാനങ്ങളിൽ ബ്രഹ്മസ്വരൂപമാണ്. അപ്പോൾ ആ ബ്രഹ്മസ്വരൂപം ഞാനാണ് എന്ന് പറയുമ്പോഴേ, ഈ ഞാൻ ഇപ്പം പറയുന്നത് എന്താ? നമ്മുടെ ശരീരത്തിലിരുന്ന് സുഖദുഃഖാദികൾ അനുഭവിക്കുന്ന ഞാൻ, അത് ജീവനാണ്. ആ ജീവന് അധിഷ്ഠാനമായി, ആ ജീവന് ജീവത്വം, ആ ഉണ്മ കൊടുത്തുകൊണ്ടിരിക്കുന്ന ചൈതന്യം യാതൊന്നാണോ അതാണ് ശരിയായ ഞാൻ. കാരണം ഞാൻ ഉണ്ടെങ്കിലേ, ആ ശരിയായ ഞാനുണ്ട്, ആ ബോധം ഉണ്ടെങ്കിലേ ഈ ജീവനുള്ളൂ. ജീവൻ എന്ന് പറയുന്നത് ഈ അന്ധകരണോപഹിത ചൈതന്യമാണ്. അപ്പോൾ ആ ചൈതന്യം ഉണ്ട്, അന്ധകരണത്തിൽ കൂടെ വന്നപ്പോൾ ജീവനായിട്ട് പ്രകാശിച്ചു. അപ്പോൾ ഒരു ജീവത്വം, ഒരു പരിധി വന്നു അവിടെ. അതേസമയം അത് ഈ ജീവൻ എന്ന് പറയുന്ന ഒരു പ്രതിബിംബ ചൈതന്യമാണ്. അതിൻ്റെ ബിംബപൂർണ്ണമായിരിക്കുന്ന ആ ചൈതന്യം, അതാണ് ആത്മാവ്. സ്നായ തത്വമസി. അപ്പം ഞാനെന്ന് ഈ ജീവഭാവത്തിൽ നമ്മളറിയുന്നത് വാസ്തവത്തിൽ ജീവനല്ല, അതിനെ പ്രകാശിപ്പിക്കുന്ന ചൈതന്യമാണ്. അതുതന്നെയാണ് ഈശ്വരനെയും പ്രകാശിപ്പിക്കുന്നത്. ഒരേ ചൈതന്യം. നമ്മളൊരു നിർവചനം പറഞ്ഞായിരുന്നു, ജ്ഞാനശക്തി ഉപാധി ആത്മാ, ആദ്യം എന്തായിരുന്നു? ജ്ഞാനശക്തി ഉപാധി ആത്മാ ഈശ്വരൻ. അതിന് നിരതിശയ ജ്ഞാനശക്തിരാത്മാ ഈശ്വരൻ. അപ്പം നിരതിശയ ജ്ഞാനശക്തിയാണ്. ആ ജ്ഞാനശക്തി എന്ന് പറയുമ്പോൾ അറിയുന്നുണ്ട്. അപ്പം നമുക്ക് ജ്ഞാനശക്തിയുണ്ട് ചെറുതായിട്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം അറിയുന്നത്. അപ്പോൾ ഈശ്വരൻ എല്ലാം അറിയാനുള്ള നിരതിശയമാണ്. അതിനെ അതിശയിക്കാനൊരു ജ്ഞാനമില്ല. അപ്പം നിരതിശയ ജ്ഞാനശക്തിയോട് കൂടിയ, ആ ഉപാധിയോട് കൂടിയ ആത്മാവാണ് ഈശ്വരൻ. അവിദ്യോപാധി ആത്മാ ജീവ. അവിദ്യയാണ് ജീവൻ്റെ ഉപാധി. അപ്പോൾ അവിദ്യയാകുന്ന ഉപാധിയോട് കൂടി, അതായത് അവിദ്യ എന്ന് പറഞ്ഞാൽ ഈശ്വരജ്ഞാനം, മറ്റേത് നിരതിശയജ്ഞാനം. ഇവിടെ ജീവന് ഈശ്വരജ്ഞാനം. ഈശ്വരജ്ഞാനമാകുന്ന ഉപാധിയിൽ കൂടി പ്രകാശിക്കുന്ന ആത്മാവ് തന്നെയാണ് ബ്രഹ്മം. ഇപ്പോൾ പരമാത്മാവ്. അപ്പം ഈ രണ്ടിനെയും തള്ളിയാൽ ആത്മാവും ബോധം മാത്രമേ ഉള്ളൂ, ആത്മാവ് മാത്രമേ ഉള്ളൂ. അതാണ് ഈ തത്വമസി. തൽ സത്യം സ ആത്മാ. അതിനെ ഈ ഉദാലകൻ പറഞ്ഞു കൊടുക്കുന്നതാണ് ശിവഗതിയിൽ. തൽ സത്യം സ ആത്മാ അയമാത്മാ ബ്രഹ്മ. ബൃഹദാരണ്യത്തിൽ അയമാത്മാ ബ്രഹ്മ. ഈ ബ്രഹ്മത്തെ അറിയാൻ എങ്ങും പോവുക എന്നല്ല, ഈ ആത്മാവ് ബ്രഹ്മമാകുന്നു, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അയമാത്മാ ബ്രഹ്മ. തൽ സത്യം സ ആത്മാ. സത്യമാണ് ആത്മാവ്. തൽ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ. അത് അപരോക്ഷവുമാണ്. ഇത് ഈ അയമാത്മാ ബ്രഹ്മ, ഈ ആത്മാവ് ബ്രഹ്മമാകുന്നു. അത് അപരോക്ഷമായിട്ട് നമുക്ക് ജ്ഞാനമെന്നുള്ളത് അപരോക്ഷം തന്നെയാണ്. അപരോക്ഷമാണ്. അപരോക്ഷാത് ബ്രഹ്മ. സബാഹ്യാഭ്യന്തരോ ഹി അജഹ. അകത്തും പുറത്തുമല്ല ഒരുപോലെ അറിഞ്ഞിരിക്കുന്നവനും അജഹ, ഒരിക്കലും നശിക്കാത്തവനുമാകുന്നു. ആത്മൈവേദം സർവം ഇത്യാദിന. ഇങ്ങനെയാണ് ഉപനിഷത്ത് എല്ലാം പറഞ്ഞു. അതേ ഉള്ളൂ പറയാൻ പ്രധാനമായിട്ട്. അതിൻ്റെ വിശദീകരണമാണ് ബാക്കിയുള്ളത്. സ്വയമാത്മാ പരമാർത്ഥ അപരമാർത്ഥ രൂപശ്ചതുഷ്പാദിത്യുക്ത തസ്യ പരമാർത്ഥരൂപം അവിദ്യാകൃതം രജ്ജുസർപ്പാദി സമം ഉക്തം പാദത്രയലക്ഷണം ബീജാങ്കുരസ്ഥാനീയം. അപ്പം സഹ അയം ആത്മാ പരമാർത്ഥ. ആ ആത്മാവാകുന്നു സത്യം. പറഞ്ഞ എല്ലാറ്റിനെയും വെളിപ്പെടുത്തുന്ന ആ പ്രജ്ഞാനമാകുന്നു സത്യം.
ആ ആത്മാ പരമാർത്ഥ അപരമാർത്ഥ രൂപശ്ചതുഷ്പാദം ഇത് യുക്തം. ഈ നമ്മുടെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ നടക്കുന്ന മനസ്സിനെ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോകണമല്ലോ. അതുകൊണ്ടാണ് ആദ്യം ഈ നമുക്ക് അനുഭവമുള്ള 3 പറഞ്ഞു: ജാഗ്രത, സ്വപ്നവും സുഷുപ്തി. അത് അപരമാർത്ഥമാണ്. 4-ാമത്തെ പാദം പരമാർത്ഥമാണ്. അപ്പോൾ പരമാർത്ഥ അപരമാർത്ഥ രൂപ ചതുഷ്പാദിയുക്ത. പിന്നെ 4 പാദങ്ങളോടുകൂടി പറഞ്ഞു. തസ്യ അപരമാർത്ഥ രൂപം അവിദ്യാകൃതം രജ്ജുസർപ്പാദി സമം ഉക്തം പാദത്രയലക്ഷണം ബീജാങ്കുരസ്ഥാനി. ഇപ്പം 4 പാദങ്ങൾ പറഞ്ഞതിലെ 3 പാദങ്ങൾ സർപ്പാദി സമം, രജ്ജു സർപ്പാദി സമം അവിദ്യാകൃതം, അവിദ്യ കൊണ്ടുണ്ടായ തോന്നൽ. രജ്ജു സർപ്പാദി സമം, രജ്ജുവിൽ കണ്ട സർപ്പം എന്നതുപോലെ അവിദ്യാകൃതമാണ്, അപരമാർത്ഥമാണ്. അങ്ങനെയുള്ള ആ ബ്രഹ്മത്തെ പാദത്രയ ലക്ഷണം, അതിനെ പറയാൻ വേണ്ടിയാണ് 3 ലക്ഷണത്തെ കാണിച്ചത്. അത് ബീജാങ്കുര സ്ഥാനീയം. ബീജം പ്രാജ്ഞൻ ബീജഭാവത്തിലിരിക്കുന്നു, അങ്കുരഭാവത്തിൽ സ്വപ്നം ഇരിക്കുന്നു, ഒരു വൃക്ഷത്തിൻ്റെ ഭാവത്തിൽ ജാഗ്രതയിരിക്കുന്നു. ഈ രീതിയിലുള്ള പ്രപഞ്ചത്തെ കാണിച്ചത് അത് ഈ 4-ാമത്തിലേക്ക് നമ്മുടെ ബുദ്ധിയെ കൊണ്ടില്ലാനാണ്. 4-ാമത്തെ പാദത്തിലേക്ക് ബുദ്ധിയെ കൊണ്ടില്ലാനാണ്. അത് ഇതാനിയും അബീജാത്മകം പരമാർത്ഥ സ്വരൂപം രജ്ജുസ്ഥാനീയം സർപ്പാദിസ്ഥാനീയ ഉക്തസ്ഥാനത്രയ നിരാകരേണ അന്തപ്രജ്ഞാനം. സർപ്പാദിസ്ഥാനീയ ഉക്തസ്ഥാനത്രയ നിരാകരേണ. അപ്പം സർപ്പസ്ഥാനീയം, സർപ്പം എന്താണ്? സർപ്പമില്ലായിരുന്നു, ഇല്ല, സർപ്പമൊന്നും ഇല്ലായിരുന്നു, രജ്ജുവേ ഉണ്ടായിരുന്നത്. അപ്പം സർപ്പമൊന്നൊന്നേ ഇല്ലായിരുന്നു. അങ്ങനെ സർപ്പസ്ഥാനീയമായി പറഞ്ഞ ഇതിൻ്റെ അകത്ത് നേരത്തെ 3 മന്ത്രങ്ങളിൽ പറഞ്ഞ സ്ഥാനത്രയ നിരാകരണേന, ഈ സ്ഥാനത്രയങ്ങളെയും ജാഗ്രത സ്വപ്ന സുഷുപ്തികളെയും നിരാകരിച്ചിട്ട് അബീജാത്മകം പരമാർത്ഥ സ്വരൂപം, അബീജാത്മകം, സബീജം അബീജം. ഇപ്പം 3-ാമത്തെ പാദം പറഞ്ഞപ്പം അത് സബീജമാണ്. അതിൽ സബീജമായിട്ടാണ് ഇരിക്കുന്നത്, ഒന്നും അറിയുന്നില്ലല്ലോ, പക്ഷെ എല്ലാം അവിടെ ഉണ്ട്, സബീജമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇതിനെല്ലാം അടിസ്ഥാനമായിരിക്കുന്ന അബീജാത്മകം പരമാർത്ഥ സ്വരൂപം രജ്ജുസ്ഥാനി. രജ്ജുവിലൊരു പാമ്പിനെ കണ്ടെങ്കിൽ പാമ്പിനെ പൂർണ്ണമായിട്ടും പാമ്പ് സത്യമല്ല എന്നറിഞ്ഞ് രജ്ജുവിനെ അറിയുക. അതുപോലെ 3 സ്ഥാനങ്ങളെ കുറിച്ച് പറഞ്ഞു. ഈ 3 സ്ഥാനങ്ങളും സത്യമല്ല എന്നറിഞ്ഞിട്ട് ഇതിനെല്ലാം അധിഷ്ഠാനമായിരിക്കുന്ന ആ ബോധത്തെ അറിയുക. അതിനാണ് സ്ഥാനത്രയ നിരാകരണേന, 3 സ്ഥാനങ്ങളെ നിരാകരിച്ചിട്ടാണ് ഈ 4-ാമത്തെ പാദത്തെക്കുറിച്ച് പറയുന്നത്. ആദ്യം പറഞ്ഞ 3 പാദത്തെ നിരാകരിക്കണം, അപ്പോഴാണ് 4-ാമത്തെ പാദം പറയാനെത്തുന്നത്. നമുക്ക് പദ്യം കൂടെ വായിച്ചാൽ നാന്തപ്രജ്ഞം ബഹിഷ്പ്രജ്ഞം നോഭേദപ്രജ്ഞം ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം നാപ്രജ്ഞം അദൃഷ്ടം അവ്യവഹാര്യം അഗ്രാഹ്യം ലക്ഷണം അചിന്യം അവ്യപദേശം ഏകാത്മപ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തെ സ ആത്മാ സവിജ്ഞേഹ. സ ആത്മാ സവിജ്ഞേഹ, ഇതാണ് ആത്മാവ്. സ ആത്മ. ഇത് വെളിയിലൊരു പ്രത്യക്ഷമായിട്ടല്ല കാണിക്കുന്നത്. തതെന്ന് പറഞ്ഞാൽ അപ്രത്യക്ഷം. ഇത് അങ്ങനെയല്ല. സ ഇവനാകുന്നു ആത്മാ. ഈ ആരാണ് ആത്മാവ്? ഇത് ഇവൻ ആത്മാ. ഇവിടെ സ എന്ന് പറഞ്ഞാൽ ഇവന് അവൻ എന്നാണ് ശരിക്കർത്ഥം. അപ്പം അത് ആത്മാവാണ് എന്നറിയണം. ആരാണ്? അന്തപ്രജ്ഞൻ. അന്തപ്രജ്ഞനല്ല. അന്തപ്രജ്ഞൻ എന്ന് പറഞ്ഞാൽ ഉറക്കത്തിലും പ്രജ്ഞയുണ്ട്, അന്തപ്രജ്ഞയാണ്. സ്വപ്നത്തിലും അന്തപ്രജ്ഞ. അന്തപ്രജ്ഞം ബഹിഷ്പ്രജ്ഞം, വെളിയിൽ പ്രജ്ഞയോടുകൂടിയിരിക്കുന്ന വിശ്വനല്ല. ഉഭേദപ്രജ്ഞം, എന്നാൽ 2ഉം കൂടെ അറിയുന്നവനാണെന്ന് വെച്ചാലോ, അകത്തും സൂക്ഷ്മ വിഷയങ്ങളും സ്ഥൂല വിഷയങ്ങളും എല്ലാം കൂടെ അറിയുന്ന ആളാണോ? അതുമല്ല. പ്രജ്ഞാനഘനം, ഉറക്കത്തിൽ പ്രജ്ഞാനഘനമായിട്ടിരിക്കുകയാണ്, എല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ആ സൂക്ഷ്മ രൂപത്തിൽ പ്രാണരൂപത്തിലെല്ലാം ഈ അടങ്ങിയിരിക്കുന്ന ഒരവസ്ഥയാണ്
സുഷുപ്തി, അത് പ്രജ്ഞാന ഘനമാണ്. പ്രജ്ഞാനമായിട്ടാണ് എല്ലാം ഇരിക്കുന്നത്. ന പ്രജ്ഞം ന അപ്രജ്ഞം. ന പ്രജ്ഞയാണോ? അതല്ല. ന അപ്രജ്ഞം, പ്രജ്ഞ ഇല്ലാതിരിക്കുകയാണോ? അതുമല്ല. അതിനെ പിന്നെ എങ്ങനെ പറയാൻ സാധിക്കും? ആ എന്താ രജ്ജുസ്ഥാനീയമായ ആ വസ്തുവിനെക്കുറിച്ച് പറയണമെങ്കിൽ ഒരു വാക്കുകൊണ്ടും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഒരു വാക്കുകൊണ്ടും പറയാൻ സാധിക്കത്തില്ല. പിന്നെയോ നിഷേധ രൂപത്തിലേ അറിയാൻ പറ്റൂ. രണ്ട് രീതിയിൽ പറയുമ്പോൾ ഓരോത്തിൻ്റെ ലക്ഷണമേ തദ്വ്യാവൃത്തി അതദ്വ്യാവൃത്തി. തദ്വ്യാവൃത്തി എന്ന് പറഞ്ഞാൽ അതിനെ വിശേഷേണ അറിയുക, അതിനെ ഇങ്ങോട്ട് വ്യാവർത്തിച്ചറിയുക. ഇപ്പം സത്യജ്ഞാനാനന്ദം, സത്യമാണ് ഈശ്വരൻ എന്ന് പറഞ്ഞു. സത്യമെന്ന് പറഞ്ഞപ്പോൾ ആ അസത്യത്തെ എല്ലാം വിട്ടിട്ട് സത്യത്തെ മാത്രം ഇങ്ങോട്ട് ഗ്രഹിച്ചു. അതാണ് തദ്വ്യാവൃത്തി. അതദ്വ്യാവൃത്തി എന്ന് പറഞ്ഞാൽ അതല്ലാത്തതിനെയൊക്കെ തള്ളുക, അതാണ് അതദ്വ്യാവൃത്തി. ഇപ്പം ഇവിടെ അതദ്വ്യാവൃത്തി രൂപത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അദൃഷ്ട, ഒരു ഇന്ദ്രിയം കൊണ്ടും അറിയാൻ ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും അറിയാൻ സാധിക്കുന്നില്ല. അവ്യവഹാര്യം, അതിനെക്കുറിച്ചൊന്ന് വ്യവഹരിക്കാമോ? ഇപ്പോൾ എന്തെങ്കിലും അതിൻ്റെ ലക്ഷണം പറയുക, അല്ലെങ്കിൽ അതിൻ്റെ ഗുണം പറയുക, അതിൻ്റെ രൂപം പറയുക, എന്തെങ്കിലും, അത് സാധ്യമല്ല. അവ്യവഹാര്യമാണ്, ഒരു വിധത്തിലും വ്യവഹരിക്കാൻ സാധ്യമല്ല. അഗ്രാഹ്യം, ഗ്രഹിക്കാനും സാധ്യമല്ല. ഒരു കർമ്മേന്ദ്രിയങ്ങൾക്കും അതിനെ കർമ്മേന്ദ്രിയം കൊണ്ടും അതിനെ ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല. അലക്ഷണം, ഒരു ലക്ഷണവും പറയാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ എന്തൊക്കെ ലക്ഷണങ്ങൾ, ഇപ്പോൾ പാചകൻ എന്ന് പറയുന്നത് അയാളുടെ ഒരു പ്രവൃത്തി, അതുപോലെ ഒരു ലക്ഷണവും പറയാൻ സാധിക്കത്തില്ല. അചിന്ത്യം, ചിന്തിക്കാനും സാധിക്കത്തില്ല. കാരണം ചിന്തിക്കാൻ ചെല്ലുമ്പോഴത്തേന് മനസ്സങ്ങ് അടങ്ങി പോകും, മനസ്സങ്ങോട്ട് പോകുന്നില്ല. മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം അടങ്ങിപ്പോകും, ചിന്തിക്കാനും സാധിക്കുന്നില്ല. അവ്യപദേശം, എന്തെങ്കിലും ഒരു രീതിയിൽ നമുക്കതിനെക്കുറിച്ച് വ്യപദേശിക്കുക, അതിൻ്റെ ഗുണഗണങ്ങൾ, അതിങ്ങനെ അതിനെ അപദാനം, അതിൻ്റെ സ്തുതി ചെയ്യുക, അങ്ങനെ അതും സാധ്യമല്ല. അവ്യപദേശം. ഏകാത്മപ്രത്യയസാരം, പിന്നെ അറിയാൻ എന്താണ് ഒരു മാർഗം? ഏകാത്മപ്രത്യയസാരം. അപ്പോൾ എവിടെയും ഒരു ഉണ്മയുണ്ട്, എവിടെയും ഉണ്മയുള്ള ഒരു വസ്തു ഉണ്ടെന്ന് നമുക്കറിയാൻ പറ്റുന്ന ഒരു വസ്തു ഏകാത്മപ്രത്യയസാരം. ഒന്നാണത്. ഇപ്പം എവിടെ ചെന്നാലും അതുണ്ട്. നമ്മൾ എന്തറിയുന്നു, എന്തറിയുന്നോ എന്തറിയുന്നില്ലയോ, രണ്ടിടത്തും അതിനെ രണ്ടിനെയും വെളിപ്പെടുത്തുന്ന ഒരു വസ്തുവുണ്ട്. അതാണ് അങ്ങനെ മാത്രം അറിയാൻ സാധിക്കും. ജാഗ്രത, സ്വപ്നം, സുഷുപ്തിയെയും അറിയുന്നുണ്ട്. അങ്ങനെ അറിയുന്ന മൂന്നിനെയും ഒരേപോലെ അറിയുന്ന ഒരു വസ്തു ഏകാത്മപ്രത്യയസാരം. പ്രപഞ്ചോപശമം, പിന്നെ എങ്ങനെ നമ്മളെങ്ങനെ അറിയാൻ സാധിക്കുന്നു? പ്രപഞ്ചം ഉപശമിച്ചു, പൂർണ്ണമായും പ്രപഞ്ചം അങ്ങ് ശമിച്ചു, പ്രപഞ്ചമേ ഇല്ല. പ്രപഞ്ചോപശമം, ശാന്തം, അവിടം ശാന്തമാണ്, ഒരിളക്കവുമില്ല, ശാന്തം. ശിവം ഏറ്റവും മംഗളമുള്ളതാണ്. അദ്വൈതം, ദ്വൈതമേ ഇല്ല, രണ്ട് എന്നൊരവസ്ഥയേ ഇല്ല, രണ്ട് എന്നൊരു ഭാവമേ ഇല്ല. അദ്വൈതം, അതാണ് ചതുർത്ഥം മന്യന്റെ. അങ്ങനെ ആ ഒരു എന്തായാലും നമുക്ക് നിർദ്ദേശിക്കാൻ സാധ്യമല്ല. ഇപ്പോൾ വസ്തു നിർദ്ദേശിക്കാൻ പറ്റും, വസ്തുവാണെങ്കിൽ ദേശകാലത്തിന് അധീനമാണ്. ഇപ്പോൾ വസ്തു എന്ന് പറയാനൊക്കത്തില്ല, പിന്നെ എന്തെങ്കിലും ഒരെണ്ണം പറയണമല്ലോ എന്ന് വിചാരിച്ച് ശിവം, അദ്വൈതം, അതാണ് ചതുർത്ഥം. നാലാം പാദം കൊണ്ട് നാലാം പാദം കൊണ്ട് മനസ്സിലാക്കേണ്ടത് ചതുർത്ഥം മന്യന്റെ സ ആത്മ, അതാണ് ആത്മാവ്. സവിജ്ഞേയം, അതിനെയാണ് അറിയുന്നത്. അപ്പം 3 പാദങ്ങളെയും തള്ളി 3 പാദങ്ങളിലും അറിയാനും വ്യവഹരിക്കാനും ഒക്കെ സംഗതികളുണ്ട്. അപ്പോൾ ഇതാണെങ്കിൽ അദൃഷ്ടമാണ്, അവ്യവഹാര്യമാണ്, അഗ്രാഹ്യമാണ്, അലക്ഷണമാണ്, അചിന്ത്യമാണ്, അവ്യപദേശമാണ്. പിന്നെ ഇവിടെ എല്ലാം ഉണ്മ ഉണ്ട് എന്നുള്ളത് തുടർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ പറയുമ്പോഴും ഒന്നും കാണാതിരിക്കുക, ഞാനൊന്നും അറിയുന്നില്ല എന്നല്ലേ നമ്മളനുഭവം. അപ്പം അവിടെ എല്ലാം ഒരു ഉണ്മ അനുഭവമുണ്ട്. ആ ഉണ്മയാണ് ഞാൻ എന്ന് അറിയുന്നതാണ് ശരിയായ ആത്മപ്രാപ്തി. അതിനെ ആത്മാവെന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ അനുഭവത്തിലും തുടർന്ന് മാറാതെ ഒന്നിലും പ്രവേശിക്കാതെ നിൽക്കുന്ന ഒരു ബോധം, അതാണ് ആത്മാവ് എന്ന്. അതാണ് തൻ്റേത്. ഞാനെന്നുള്ളത് അതിൻ്റെ ഈ അന്ധകരണത്തിൽ കൂടെ വരുമ്പോഴാണ് ഞാനെന്നൊരു ചെറിയ അനുഭവം വരുന്നത്. ഞാനെന്ന് നമ്മൾ അറിയുന്നുണ്ടല്ലോ.
അപ്പോൾ അങ്ങനെ അറിയാനുള്ള ഒരെണ്ണം അന്ധകരണത്തിൽ കൂടി വരുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ അതില്ല. അങ്ങനെയുള്ള കേവല ബോധമാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം. നാന്തപ്രജ്ഞം ന ബഹിഷ്പ്രജ്ഞം നോഭേദപ്രജ്ഞം ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം നാപ്രജ്ഞം അദൃഷ്ടം അവ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷണം അചിന്യം അവ്യപദേശം ഏകാത്മപ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവമദ്വൈതം ചതുർത്ഥം മന്യന്തേ സാത്മാസമിത്യേഹ. ഓം ശാന്തി ശാന്തി ശാന്തി.